ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ആദരിക്കുന്ന ബഹുമാനപ്പെട്ട മത്തായിക്കുട്ടി അച്ഛൻ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, ഈ പരിശുദ്ധ ദേവാലയത്തിൽ എല്ലാ ബുധനാഴ്ചകളിലും ഇപ്പോൾ വിശ്വാസ പഠന ക്ലാസ് നിർവഹിക്കപ്പെടുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പല അവസരങ്ങളായിട്ട് ആളുകൾ പ്രത്യേകിച്ച് ഇന്ന് മാധ്യമങ്ങളിൽ കൂടെ, പരിമലയിൽ ഗ്രിഗോറിയൻ TV കൂടെ വരുന്നതായ ഈ വിശ്വാസ പഠന ക്ലാസ് ഏറെ പ്രയോജനം ഉളവാക്കുന്നതാണ്. വീണ്ടും അങ്ങനെ ഒരിക്കൽ കൂടെ ഈ ക്ലാസ്സിന് നേതൃത്വം കൊടുക്കുവാൻ തൊക്കണം ഇടയാതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കൺവെൻഷൻ പ്രസംഗമല്ലാത്തതുകൊണ്ട്, ധ്യാന പ്രസംഗമൊന്നും അല്ലാത്തതുകൊണ്ട് കുറച്ച് ശ്രദ്ധയോടുകൂടി ഇരിക്കണം. കാരണം നമ്മളൊരു ക്ലാസ്സിൽ ഇരിക്കുന്നത് പോലെ തന്നെ ഈ വേദപഠനത്തിൽ സംബന്ധിക്കുവാൻ തൊക്കണം ഇടയാണ്. ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, നിൻ്റെ തിരുവചനം ഞങ്ങൾ പഠിക്കുന്നു, ധ്യാനിക്കുമ്പോൾ ഞങ്ങളുടെ ബോധങ്ങളെ അവിടുന്ന് തുറക്കണമേ, ബുദ്ധിയെ തെളിയിക്കണമേ. പഠിക്കുന്നതായ ദിവ്യവചനം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആത്മീയ വെളിച്ചത്തിന് പ്രകാശം പകരുന്നതായിരിക്കണം. വേദവിപരീതങ്ങളോട് പോരാടുവാനുള്ള ശക്തി ഈ വചനത്താൽ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളും ഞങ്ങളുടെ സഭയും സത്യവിശ്വാസത്തിൽ കാത്തുകൊള്ളപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും നിൻ്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ ആമേൻ. പ്രത്യേകിച്ച് ഇന്നത്തെ കാലയളവിൽ വേദവിപരീതം ഏറെ വർദ്ധിച്ചു വരുന്ന ഒരു കാലയളവിലാണ് നമ്മൾ നിൽക്കുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഓർത്തഡോക്സ് സഭയ്ക്ക് അല്ലെങ്കിൽ അപ്പോസ്തോലിക സഭയ്ക്ക് വേദവിപരീതികളെ അവരുടെ നുഴഞ്ഞുകയറ്റം ഉണ്ടായിരുന്നു എന്ന് വരികിൽ, അതിനേക്കാൾ ഭീഷണി ഉയർത്തുന്ന വിധത്തിൽ മറ്റ് നമ്മളെ വേദവിപരീതമെന്ന് പറഞ്ഞ് മുദ്ര കുത്തിപ്പോയ ആളുകൾക്കാണ് ഇന്ന് അതിനേക്കാട്ടിലുപരിയായിട്ടുള്ള ഭീഷണി ഉയർന്നിരിക്കുന്നത്. വേദവിപരീതം ഇന്നേറെ വർദ്ധിച്ചു വരുന്നു എന്ന് ചിലരൊക്കെ ചിന്തിക്കാറുണ്ട്. എന്നാൽ വേദവിപരീതം ഇന്നത്തെ ഒരു പ്രതിഭാസമോ പ്രവണതയൊന്നുമല്ല. മറിച്ച് അപ്പോസ്തോലിക കാലം മുതൽ തന്നെ വേദവിപരീതങ്ങളും വേദവിപരീതികളും ഉണ്ടായിരുന്നു. അവർക്കെതിരെ വളരെ ശക്തമായ ഒരു നിലപാടാണ് പരിശുദ്ധ വേദപുസ്തകത്തിൽ ശ്ലീഹന്മാരെടുത്തിട്ടുള്ളതെന്ന് കാണുവാൻ നോക്കണം സാധിക്കും. ചിലപ്പോൾ അച്ഛന്മാർ പറയാറുണ്ട്, പഴയ കാലത്ത് പ്രത്യേകിച്ച് അച്ഛന്മാർ പറയുമായിരുന്നു, നിങ്ങൾ മറ്റ് ഉപദേശം കേൾക്കാൻ പോകരുത്, മറ്റാളുകളുടെ കൂട്ടായ്മകളിൽ പോകരുത്, അവരുടെ പ്രസംഗം കേൾക്കാൻ പോകരുത് എന്നൊക്കെ പറഞ്ഞ് വിലക്കുന്ന ഒരു പ്രവണതയുണ്ടായിരുന്നു. നമ്മളിന്നിവിടെ ആയിരിക്കുന്ന ഈ കബറിടത്തിൻ്റെ അരികിലിരിക്കുമ്പോൾ പരിശുദ്ധ പരിമല കൊച്ചു തിരുമേനി അപ്രകാരം കൽപ്പിച്ചിട്ടുണ്ട്. തിരുമേനി പറഞ്ഞത് ഇതാണ്: അമ്മയില്ലാത്ത ഒരുത്തനെയും നിങ്ങളുടെ വീട്ടിൽ കയറ്റരുത്. അമ്മയില്ലാത്ത ഒരുത്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാരാണ്? പരിശുദ്ധ ദൈവമാതാവില്ലാത്ത, പരിശുദ്ധ ദൈവമാതാവിനെ കർത്താവിൻ്റെ അമ്മയെന്ന് വിളിക്കാത്ത, പരിശുദ്ധ ദൈവമാതാവിനെ ബഹുമാനിക്കാത്ത ആളുകൾ നമ്മുടെ ഭവനങ്ങളിൽ കയറി വിശ്വാസം പഠിപ്പിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ അങ്ങനെയുള്ളവൻ്റെ ഉപദേശം കേൾക്കുവാനോ പോകരുത് എന്നാണ് പരിമല കൊച്ചു തിരുമേനി ഉദ്ദേശിച്ച് കൽപ്പിച്ചിരിക്കുന്നത്. പരിമല കൊച്ചു തിരുമേനിക്ക് മുമ്പ് തന്നെ പരിശുദ്ധ വേദപുസ്തകത്തിൽ ഇത്രമാത്രം കടുത്ത ഭാഷയിലും ശക്തമായ രീതിയിലും ഇപ്രകാരമുള്ള വേദവിപരീതങ്ങളെ മാറ്റി നിർത്തണമെന്നും വേദവിപരീതികളെ ഭവനത്തിൽ കയറ്റരുതെന്നും വേദവിപരീതം കൊണ്ട് വരുന്നവരുടെ ഉപദേശങ്ങളെ കേൾക്കരുതെന്നും
അത് ക്യാൻസർ പോലെ നമ്മളെ വിഴുങ്ങിക്കളയുമെന്നും ഒക്കെ പരിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ ഇതൊക്കെ കാണാൻ കൊണ്ട് സാധിക്കും. നമ്മുടെ ആളുകളുടെ ഇന്നത്തെ ഒരു പ്രവണത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരും ദൈവവചനമല്ലേ പറയുന്നത്, അതുകൊണ്ട് അവിടെ പോയാൽ എന്നാ കുഴപ്പം? അവരും കർത്താവിൻ്റെ വചനമല്ലേ പ്രസംഗിക്കുന്നത്, അത് കേട്ടാൽ എന്നാ കുഴപ്പം? അവരും കർത്താവിൻ്റെ വേലയല്ലയോ ചെയ്യുന്നത്, അവരെ കൊണ്ട് വീട്ടിൽ കയറ്റി ഒന്ന് പ്രാർത്ഥിപ്പിച്ചാൽ എന്നാ കുഴപ്പം? ഇങ്ങനെയുള്ള ചിന്തകൾ ഇന്ന് നമ്മുടെ ചില ആളുകളുടെ മനസ്സിലൊക്കെ ഉരുത്തിരിയുമ്പോൾ അത് പരിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ശരിയായ ഒരു പരിജ്ഞാനം ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണ്. പരിശുദ്ധ വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള വേദവിപരീതങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണെന്ന് പറയുന്നു. അങ്ങനെയുള്ള വേദവിപരീതമായി ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ കയറിയാൽ അവൻ ശപിക്കപ്പെട്ടവനാണെന്ന് പറയുന്നു. അവൻ്റെ ഉപദേശത്തിൻ്റെ പുറകെ പോയാൽ അവനും ശപിക്കപ്പെട്ടവനാണെന്ന് പറയുന്നു. അപ്പോൾ അത്രമാത്രം ഗൗരവമായ ഒരു കാര്യമാണ് ഈ വേദവിപരീതമെന്നും വേദവിപരീതികളെന്നൊക്കെ പറയുമ്പോൾ. അതുകൊണ്ടാവണം പരിശുദ്ധ കുർബാന അങ്ങോട്ട് ആരംഭിക്കുമ്പോൾ ആദ്യം നമ്മൾ ചൊല്ലുന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ട് ഏതാണെന്നറിയാം? പൗലോസ് ശ്ലീഹ പാടുന്ന ഒരു പാട്ടാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പാട്ട്. എല്ലാവരും ചേർന്നത് പാടിയാൽ പാടുന്നത് എങ്ങനെയാ? പൗലോസ് ശ്ലീഹ ധന്യൻ ചൊൽ കേട്ടേൻ ഇദേവം. എന്താ പൗലോസ് ശ്ലീഹ പറയുന്നത്? നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്ന് അറിയിച്ചാൽ മാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൻ ശാപം. പലതരം ഉപദേശങ്ങളഹോ പാരിൽ മുളച്ചു പരക്കുന്നു, ദൈവത്തിൻ ഉപദേശം തൊട്ട് അവസാനിപ്പിപ്പോൻ ധന്യൻ. പരിശുദ്ധ കുർബാന അങ്ങോട്ട് ആരംഭിക്കുമ്പോൾ പൗലോസ് ശ്ലീഹ പറയുന്ന ഒരു കാര്യമാണ് ആദ്യമേ നമ്മൾ ചൊല്ലുന്നത്. എന്താ പറയുന്നത്? ധന്യൻ പൗലോസ് ശ്ലീഹ ചൊന്നേവൻ ഞാൻ കേട്ടേൻ. എന്താ കേട്ടത്? നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ചാൽ, അത് വാനവൻ സ്വർഗത്തിൽ നിന്നുള്ളവനായിരുന്നാലും ഭൂമിയിൽ നിന്നുള്ളവനായിരുന്നാലും ആരായിരുന്നാലും അവൻ ശപിക്കപ്പെട്ടവനാണ്. ഇതെവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ഇത് പിതാക്കന്മാർ ചുമ്മാ അങ്ങ് പാടുന്നതാണോ? അല്ല. ഇത് പരിശുദ്ധ വേദപുസ്തകത്തിൽ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 6 മുതലുള്ള വാക്യത്തിൽ വായിക്കാം. ബാരക്കമോ, ക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചിരിക്കുന്നവനെ വിട്ട് നിങ്ങൾ എത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മാറുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷം എന്നല്ല. ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിൻ്റെ സുവിശേഷം മറിച്ചു കളയുവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് വിപരീതമായി. ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവൻ ശപിക്കപ്പെട്ടവൻ. ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞങ്ങളിപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. പൗലോസ് ശ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 6 മുതലുള്ള വാക്യമാണ് നമ്മൾ വായിച്ചു കേട്ടത്. അതാ പൗലോസ് ശ്ലീഹ എന്നുള്ള പാട്ടിൻ്റെ ആ വേദഭാഗം. അതാ പൗലോസ് ശ്ലീഹ പറയുകയാണ്, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സുവിശേഷത്തിന് വിപരീതമായിട്ട് ഏതൊരുവനും, അത് സ്വർഗത്തിൽ നിന്നായിരുന്നാലും ഭൂമിയിൽ നിന്നായിരുന്നാലും, അവൻ വന്ന് നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാണ്. വീണ്ടും പൗലോസ് ശ്ലീഹ പറയുകയാണ്, അതുകൊണ്ട് നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായിട്ട് മറ്റൊരു സുവിശേഷം നിങ്ങളോട് വന്ന് പറഞ്ഞാൽ, വീണ്ടും പറയുന്നു, ആ പറയുന്നവൻ ശപിക്കപ്പെട്ടവനാകുന്നു.
അങ്ങനെ വേദവിപരീതത്തെ ശപിച്ച് തള്ളുന്ന വേദപുസ്തകത്തിൽ അനേകം ഭാഗങ്ങൾ കാണുവാൻ കൊണ്ട് സാധിക്കുന്നു. വേദവിപരീതങ്ങളെ ശപിച്ച് തള്ളുകയാണ്, വേദവിപരീതങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവരരുതെന്ന് പറയുന്നു. അങ്ങനെ കുറച്ച് വേദഭാഗങ്ങൾ കൂടെ പൗലോസ് ശ്ലീഹ പറയുന്നത് നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കും. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യത്തിൽ അപ്രകാരം വീണ്ടും പറയുകയാണ്, ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കാട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആർ? കർത്താവായ യേശു മിശിഹായുടെ സുവിശേഷം പ്രസംഗിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴാണ് മറ്റ് കലക്കത്തിൻ്റെ സുവിശേഷങ്ങൾ വരിക. മറ്റു തരത്തിലുള്ള സുവിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ വരുന്ന അവസരത്തിൽ പൗലോസ് ശ്ലീഹ ചോദിക്കുകയാണ്, ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുവിനെ ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങൾ കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആർ? ഞാൻ ഇതൊന്ന് മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിൻ്റെ പ്രസംഗത്താലോ കേട്ടതാണല്ലോ. കർത്താവായ യേശു മിശിഹായിലുള്ള വിശ്വാസത്തിൻ്റെ പ്രസംഗം വളരെ ശക്തമായിട്ട് പൗലോസ് ശ്ലീഹായും ശ്ലീഹന്മാരും പ്രസംഗിച്ച് അങ്ങോട്ട് കഴിഞ്ഞ ഉടൻ തന്നെ വേദവിപരീതികൾ കയറി അവരുടെ വിശേഷം പറയുവാൻ കോണം തുടങ്ങും. ഈ സുവിശേഷത്തെ മറിച്ചു കളയുവാൻ കോണം അവർ കയറി പ്രസംഗിക്കുകയും ആ സുവിശേഷകരുടെ പുറകെ ആളുകൾ പോവുകയും ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ സഹിക്കമേലാഞ്ഞിട്ട് പൗലോസ് ശ്ലീഹ ഗലാത്യരോട് ചോദിക്കുന്ന ചോദ്യമാണ്, ഹേ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, കർത്താവ് യേശു മിശിഹായെ കുറിച്ചുള്ള നിർമ്മല സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചു, അതിനുശേഷം നിങ്ങളെ ഇപ്രകാരം ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആര്? വീണ്ടും പൗലോസ് ശ്ലീഹ ഫിലിപ്പിയ ലേഖനത്തിൽ വളരെ ശക്തമായിട്ട് ഈ വേദവിപരീതത്തെ തള്ളിപ്പറയുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യത്തിൽ കാണാൻ സാധിക്കും. ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ, കർത്താവിൽ സന്തോഷിക്കുവിൻ. അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതിയതിൽ എനിക്ക് മടുപ്പില്ല. നിങ്ങൾക്കിത് ഉറപ്പാകുന്നു. നായ്കളെ സൂക്ഷിക്കുവിൻ, അകത്തെ വേലക്കാരെ സൂക്ഷിക്കുവിൻ. ഈ ചില ഉപദേശിമാര് കള്ള ഉപദേശം കൊണ്ട്, ദുഷ്ടമായ ഉപദേശം കൊണ്ടൊക്കെ കയറി വരുന്ന അവസരത്തിൽ അവരെ അങ്ങ് ഉപദേശി എന്ന് പറഞ്ഞ് വിളിക്കുകയല്ല ഇവിടെ പൗലോസ് ശ്ലീഹ ചെയ്തത്. 2 പ്രധാന വാക്കുകൾ അവിടെ പറയുന്നുണ്ട്. ഒന്നാമത് പറയുന്നു, നായ്ക്കളെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. 2-ാമത്തെ വാക്ക് ഉപയോഗിക്കുകയാണ്, ആകാത്ത വേലക്കാരെ സൂക്ഷിക്കണമെന്നും. നായ്ക്കളെ സൂക്ഷിക്കണമെന്നും ആകാത്ത വേലക്കാരെ സൂക്ഷിക്കണമെന്നും പറഞ്ഞ് വേദവിപരീതത്തെ വളരെ ശക്തമായിട്ട് എതിരിടുകയും അപ്രകാരമുള്ളവരെ ഭവനത്തിൽ കയറ്റുക പോലും അരുതെന്ന് വളരെ ശക്തമായ ഭാഷയിൽ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ കാണുവാൻ സാധിക്കുന്നത് കൊലോസിയർ സഭയിൽ, അവിടെയും കൊലോസിയർക്ക് എഴുതിയ ലേഖനത്തിൽ കൊലോസിയർ 2-ാം അധ്യായം 8 മുതലുള്ള വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിക്കുവിൻ. ഈ കള്ള ഉപദേശികളെ നായ്ക്കളെന്ന് വിളിക്കുകയും ആകാത്ത വേലക്കാരെന്ന് പറഞ്ഞ് ഇവരെ മാറ്റി നിർത്തുകയും ചെയ്യുന്നതിനൊരു കാരണമുണ്ട്. ആ കാരണം അവർ തത്വജ്ഞാനം പറയുകയാണ്. തത്വജ്ഞാനം പറയുകയും വഞ്ചനയുള്ള ചതിവുള്ള നാവും കൊണ്ട് വന്നിട്ട് ആരെയും ചതിച്ചു കളയും. അതിനുള്ള സൂത്രപ്പണികളെല്ലാം അവരുടെ കയ്യിലുണ്ട്. തത്വജ്ഞാനവും വഞ്ചനയും കൊണ്ട് വഞ്ചിച്ചു കളയുന്ന, കവർന്നു കളയുന്ന ഇവരുടെ പ്രവർത്തനങ്ങൾ, ഈ പ്രവർത്തനങ്ങൾ ദൈവത്തിൻ്റെ പ്രവർത്തിക്ക് സമ്പ്രദായത്തിന് ഒത്തവണ്ണം അല്ല എന്നാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്. പിന്നെ ആരുടെ പ്രവർത്തിക്കുള്ളതാണ്? അത് മനുഷ്യരുടെ സമ്പ്രദായത്തിന് ഒത്തവണ്ണം, ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണം ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണം
അല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമല്ല. ഈ വേദവിപരീതത്തെ ശക്തമായിട്ട് എതിർക്കുവാൻ നിൽക്കണം. കാരണം ഇവര് നായ്ക്കൾക്ക് തുല്യമാണ്. ആകാത്തതായ കാര്യങ്ങളെ വലിച്ചുകൊണ്ടുവരുന്ന കള്ള വേലക്കാരാണ്. ഇവരെ ഇങ്ങനെ മാറ്റി നിർത്താൻ കാരണം തത്വജ്ഞാനം വഞ്ചനയും കൊണ്ട് കവർന്നു കളയുവാൻ വരുന്നവരാണ്. പിന്നെയോ ഇവരുടെ സമ്പ്രദായം ഒന്നും അത്യുന്നതനായ ദൈവത്തിൻ്റെ സമ്പ്രദായം അല്ല. പിന്നെ ആരുടെ സമ്പ്രദായമാണ്? മനുഷ്യൻ്റെ സമ്പ്രദായത്തിന് ഒത്തവണ്ണവും ലോകത്തിൻ്റെ സമ്പ്രദായത്തിന് ഒത്തവണ്ണവുമാണ് ഇവർ ഈ വേദവിരീതികൾ കടന്നു വരുന്നത്. അതുകൊണ്ട് കൊലോസ്യരിൽ എഴുതിയ ലേഖനത്തിൽ കൊലോസ്യ സഭയിലോട് പറയുകയാണ്, ഈ തത്വജ്ഞാനവും കള്ള ഉപദേശം കൊണ്ട് വരുന്നവരെ സൂക്ഷിച്ചു കൊള്ളണം, അവരെ മാറ്റി നിർത്തണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. 1 തീമോത്തിയോസിൻ്റെ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ പൗലോസ് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: 1 തീമോത്തിയോസ് 4-ാം അധ്യായം 1 മുതലുള്ള വാക്യത്തിൽ ഇപ്രകാരം വായിക്കുക. ഇവരെ മാറ്റി നിർത്തേണ്ടതിൻ്റെ കാര്യം പൗലോസ് ശ്ലീഹ പറയുന്നത് ഇവിടെ ഇപ്രകാരമാണ് പറയുന്നത്: എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും തങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. നമുക്ക് ചില ആളുകൾ വന്നിച്ച് പറയും, അച്ഛാ ചിലരൊക്കെ അങ്ങ് പള്ളിയിൽ നിന്ന് വിട്ട് ഇപ്പം എന്താണ്ട് ആ കൂട്ടായ്മയിലൊക്കെയാണ് പോകുന്നതെന്ന് പറയും. അവരോട് പറയുന്ന മറുപടി, അവർ പോകട്ടെ. കാരണം പൗലോസ് ശ്ലീഹ തീമോത്തിയോസിന് എഴുതിയ ലേഖനം 1 തീമോത്തിയോസ് 4-ാം അധ്യായം 1 മുതലുള്ള വാക്യത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നു, ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയും. ഇന്ന് ഇതുപോലുള്ളതായ അനേകം ദുർവർത്തമാനം പറഞ്ഞുകൊണ്ട് ദുരുപദേശം പറഞ്ഞുകൊണ്ട് വരുന്ന ആളുകളുടെ പുറകെ ഓരോ മനുഷ്യരും പോകുന്ന വേളയിൽ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, എടാ പള്ളിയിൽ നിന്നവനാണല്ലോ ഇപ്പം നാണ്ട ആ കൂട്ടായ്മയിലാണ് പോയിരിക്കുന്നത്. ഇത് ആത്മാവിൽ പൗലോസ് ശ്ലീഹ പറയുകയാണ്, ഭാവി കാലത്ത് ഇൻ ഫ്യൂച്ചർ ദിസ് ഈസ് വാട്ട് ഗോയിങ് ടു ഹാപ്പൻ. ഇതാകുന്നു സംഭവിക്കാൻ പോകുന്നത്. എന്ത്? വ്യാജ ആത്മാക്കളുടെയും അതുപോലെ തന്നെ ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും പിടിച്ചുകൊണ്ട് കടന്നു വരുന്നതായ ആളുകളുടെ ഉപദേശം കേട്ടിട്ട് അതിൻ്റെ പുറകെ പോകുന്ന പ്രവർത്തനം. ഈ മനുഷ്യര് എങ്ങനെയുള്ളവരാണ് എന്ന് പൗലോസ് ശ്ലീഹ പറയുന്നു. അത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. അവർ സ്വന്തം മനസ്സാക്ഷിയിൽ ചൂടുള്ളവരായി വിവാഹം വിലക്കുകയും സത്യത്തെ ഗ്രഹിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോടെ അനുഭവിപ്പാൻ ദൈവം സൃഷ്ടിച്ച ഭോജ്യങ്ങളെ വർജിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്യും. അത്യുന്നതനായ ദൈവത്തിൻ്റെ കൽപ്പനകളെയൊക്കെയും കോട്ടിമാറ്റിക്കൊണ്ട് ആളുകളെ തെറ്റിക്കുന്ന വ്യക്തിത്വങ്ങളാണ് എന്ന് പൗലോസ് ശ്ലീഹ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. 1 തീമോത്തിയോസ് 6-ാം അധ്യായം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പദ്യവചനം ഭക്തിയത്ത ഉപദേശവും അനുസരിക്കാതെ അനദ്യ ഉപദേശത്തെയും ഒന്നും തിരിച്ചറിയാതെ തർക്കിക്കുകയും വാഗ്വാദത്തിൻ്റെയും ഭ്രാന്ത് പിടിച്ച് ചേർത്തുമിരിക്കുന്നു. അവയിൽ അസൂയ, ഷണ്ട, ദൂഷണം, ദുർസംശയം, ദുർബുദ്ധികളും സത്യത്യാഗികളുമായ മനുഷ്യരുടെ വ്യർത്ഥവാദവും എന്നിവ ഉളവാകുന്നു. അവർ ദൈവഭക്തി ആദായ സൂത്രമെന്ന് വിചാരിക്കുന്നു. പൗലോസ് ശ്ലീഹ പറയുന്നു, ഇങ്ങനെയുള്ളവരെ സൂക്ഷിക്കണമെന്ന് പറയുന്നതിന് കാരണം ഇവരെങ്ങനെയുള്ളവരാകുന്നു എന്ന് പൗലോസ് ശ്ലീഹ പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പഥ്യവചനം ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ അന്യഥ ഉപദേശിക്കുന്നവൻ ഒന്നും തിരിച്ചറിയാതെ തത്വത്തിൻ്റെയും വാഗ്വാദത്തിൻ്റെയും ഭ്രാന്ത് പിടിച്ച്
ചേർത്തിരിക്കുന്നു. തമ്പുരാൻ കൊടുത്ത കൽപ്പനകൾ അനുസരിക്കുകയോ ഭക്തിക്കൊത്ത ജീവിതം നയിക്കുകയോ ചെയ്യാതെ, അന്യത ഉപദേശിക്കാവുന്നവൻ ഒന്നും തിരിച്ചറിയാതെ തത്വത്തിൻ്റെയും വാഗ്വാദത്തിൻ്റെയും ഭ്രാന്ത് പിടിച്ച് ചേർത്തിരിക്കുന്നു. ഉദാഹരണം പറഞ്ഞാൽ, പരിശുദ്ധ പരിമല കൊച്ചത്തിന് വേണ്ടി ജീവചരിത്രം നമുക്കൊക്കെ അറിയാം. തിരുമേനി ഈ പരിമലയിൽ താമസിക്കുമ്പോൾ തമ്പുരാൻ്റെ തിരുവചനങ്ങൾക്കനുസരിച്ച് ജീവിച്ച ഒരു പുണ്യപിതാവാണ്. പ്രത്യേകിച്ച് ദാരിദ്ര്യം, സന്യാസ ജീവിതം, താഴ്മ, വിനയം അതൊക്കെ മുറുകെ പിടിച്ച് ജീവിച്ച ഒരു പരിശുദ്ധ പിതാവ്. ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് ഒത്തവണ്ണം അനുസരിച്ച് ജീവിച്ചു. എല്ലാവരെയും സ്നേഹിച്ച്, എല്ലാവരെയും അനുഗ്രഹിച്ച്, ദൈവികമായ കൽപ്പനകളെ പാലിച്ച് ജീവിച്ചു. അങ്ങനെ പാലിച്ച് ജീവിക്കുക മാത്രമല്ല, ഭക്തിക്കൊത്ത് ഭക്തനായി ജീവിച്ച ഒരു പുണ്യപിതാവ് കൂടിയാണ്. എങ്ങനെയാ ഭക്തിക്കൊത്ത് ജീവിച്ചത്? നോമ്പുണ്ട്, പ്രാർത്ഥനയുണ്ട്, വിശുദ്ധമായ ജീവിതമുണ്ട്, നിഷ്ഠയായ ദിനചര്യയുണ്ട്. അങ്ങനെ ഈ ലോകത്തിൻ്റെ മോഹങ്ങളൊക്കെ കണ്ടിട്ട് അതിൻ്റെയൊക്കെ പുറകെ പോകുന്ന ഒരു പ്രവണത പരിമല കൊച്ചുതിരും എനിക്കില്ലായിരുന്നു. ദൈവത്തിൻ്റെ സദ്വചനം, കൽപ്പനകൾ മുറുകെ പിടിക്കുക മാത്രമല്ല, ആ കൽപ്പനകളെ മുറുകെ പിടിച്ച് അനുസരിക്കുകയും ഭക്തിക്കൊത്തവണ്ണമുള്ള ജീവിതം നയിക്കുകയും ചെയ്ത ഒരു പുണ്യപിതാവ്. ഇത് നമുക്ക് അനേകം വേദവിപരീതികളെ നമുക്ക് കാണാൻ സാധിക്കും. ഒത്തിരി അവർ പ്രസംഗിക്കും, പക്ഷേ പ്രസംഗത്തിനൊത്തവണ്ണമുള്ള ഒരു ജീവിതം ഇല്ല എന്നുള്ളതാണ്. ഒത്തിരി കാര്യം പ്രസംഗിക്കുന്നുണ്ട്, ആ പ്രസംഗമൊക്കെ കർത്താവിൻ്റെ കൽപ്പനയ്ക്ക് വിപരീതമാണ്. ഈയിടെ കഴിഞ്ഞ ദിവസം വായിക്കുകയുണ്ടായി, ദരിദ്രനായ ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നത്. കർത്താവ് എവിടെയാ പറന്നത്? ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ. ദരിദ്രനായിട്ട് കർത്താവ് ജീവിച്ചത്. ദരിദ്രനായിട്ട് ഭൂമിയിൽ പറന്നു, ദരിദ്രനായിട്ട് ജീവിച്ചു, ദരിദ്രനെ പോലെ ഈ ഭൂമിയിലെല്ലാം ഊടാടി സഞ്ചരിച്ചു. കർത്താവിൻ്റെ സഹവാസം ആരോടായിരുന്നു? ദരിദ്രന്മാരോടുകൂടിയായിരുന്നു. പാപികളോട്, ചുങ്കക്കാരോട്, അങ്ങനെയുള്ള ആളുകളോട്, സാധുക്കളോടൊത്ത് അവൻ്റെ സഹവാസം. അങ്ങനെ യേശുമ്പുരാൻ മരുഭൂമിയിൽ കൂടെ നടക്കുകയും ഈ സ്ഥലങ്ങളിലെല്ലാം പോവുകയൊക്കെ ചെയ്ത് ദരിദ്രരോടുകൂടെ ജീവിച്ച ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുന്ന അവസരത്തിൽ അവനെ കല്ലറയിൽ അടക്കം ചെയ്തു. സ്വന്തമായിട്ട് കല്ലറ ഉണ്ടായിരുന്നു. ആരുടെ കല്ലറ കൊടുത്തേ? അരിമത്യാക്കാരൻ്റെ കല്ലറ, ജോസഫിൻ്റെ കല്ലറ കർത്താവിനോട്. ദരിദ്രനായ ഒരു ക്രിസ്തുവാണ്. ആ ദരിദ്രനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന ഇന്നത്തെ പ്രസംഗകൻ്റെ സമ്പത്ത് കഴിഞ്ഞ കേരള കൗമുദിയിലൊക്കെ നമ്മൾ വായിക്കുകയുണ്ടായി. കോടികളുടെ ആസ്തിയ. ഈ ഭൂമിയിലുള്ള അനേകം പാവപ്പെട്ട ദരിദ്രന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ നിവൃത്തിയുള്ളവനായി തീർന്നിരിക്കുന്ന, ഏറ്റവും സമ്പന്നനായിരിക്കുന്ന മനുഷ്യനായി തീർന്നിരിക്കുക. പ്രസംഗിക്കുന്ന ആരെയാ? ദരിദ്രനായ ക്രിസ്തുവൻ. ആഡംബരപരമായ ജീവിതം നയിച്ച് കോടികളുടെ ആസ്തി ഉണ്ടാക്കി ജീവിക്കുന്ന മനുഷ്യൻ. പൗലോസ് ശ്ലീഹ പറയുന്നു, ഇവര് വാഗ്വാദത്തിൻ്റെ, തക്കത്തിൻ്റെ ഒക്കെ സൂത്രം പിടിക്കുന്നു, പക്ഷേ ദൈവത്തിൻ്റെ കൽപ്പനയെ അനുസരിക്കാതെയും ഭക്തി ജീവിതമില്ലാതെയും ജീവിക്കുക. നമുക്കറിയാം, പരിമല കൊച്ചു തിരുമേനി വളരെ ഭക്തിയുള്ളവനായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചു. ഈ ലോകത്തിൻ്റെ മോഹങ്ങളെല്ലാം വിട്ട് തിരിഞ്ഞ് പ്രാർത്ഥന, നോമ്പ്, ഉപവാസം, അങ്ങനെ വിശുദ്ധ ജീവിതം നയിച്ച്. ഞാൻ കൽക്കട്ട ബിഷപ്സ് കോളേജിൽ പഠിക്കുന്ന വേളയിൽ എൻ്റെ കൂടെ മറ്റ് ക്രൈസ്തവ സംഘടനകളിലൊക്കെയുള്ളതായ പാസ്റ്റർമാരൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അത്ഭുതമാണ്. നമ്മുടെ 50 ദിവസത്തെ നോമ്പ് കാണുമ്പോൾ, നമ്മുടെ കുമ്പിടിയിൽ കാണുമ്പോൾ, നമ്മുടെ നമസ്കാരങ്ങൾ കാണുമ്പോൾ, നമ്മുടെ ചിട്ടയായിട്ടുള്ള ജീവിതം കാണുമ്പോൾ അവർക്ക് അത്ഭുതമാണ്.
അങ്ങനെ ഒരു ദിവസം ഒരു കുർബാനയിൽ സംബന്ധിപ്പിക്കാൻ വേണം കൽക്കട്ട ബിഷപ്സ് കോളേജിൽ മറ്റ് പാസ്റ്റർമാരൊക്കെ കൂട്ടി നമ്മുടെ കുർബാനയിൽ കൊണ്ടുപോയി. അങ്ങനെ കുർബാനയെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു പാസ്റ്റർ എന്നോട് പറയുക, അച്ഛാ, ഫാദർ, യുവർ വർഷിപ്പ് ഈസ് ലൈക്ക് ആൻ ഏഞ്ചൽസ് വർഷിപ്പ്. നിങ്ങളുടെ ആരാധന എന്ന് പറയുന്നത് മാലാഖമാരുടെ ആരാധനയാണ്. മാലാഖമാരുടെ ആരാധനയ്ക്ക് ജീവിതത്തിന് ഒത്തവണ്ണമുള്ള ജീവിതം നയിച്ച് ഭക്തിയോടെ ജീവിച്ച പിതാക്കന്മാരാണ് മലങ്കര സഭയുടെ ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്നത്. നമുക്കറിയാം, പരിമല കൊച്ചു തിരുമേനി താമസിച്ച വീട് നമുക്കിപ്പോഴും കാണാം. പടിഞ്ഞാറോട്ട് നോക്കിയാൽ കാണാം. അഴിപ്പുര വീട് ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ലളിതമായി ജീവിച്ച് ക്രിസ്തുവിനെ പ്രസംഗിച്ച് ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് ക്രിസ്തുവിൻ്റെ കൽപ്പനയനുസരിച്ച് ജീവിച്ച് താഴ്മയോടെ ജീവിച്ച ഭക്തിയോടെ ജീവിച്ച പിതാക്കന്മാരാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ സമ്പത്ത്. എന്നാൽ പൗലോസ് ശ്ലീഹ പറയുകയാണ്, ഈ വേദവിപരീതികളെന്ന് പറയുന്നവർ അവര് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ സുവിശേഷം പ്രസംഗിക്കുന്നവരാണോ? ഒന്നും തിരിച്ചറിയാതെ തക്കത്തിൻ്റെയും വാഗ്വാദത്തിൻ്റെയും ഭ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കുന്നു. ചില വേദവിപരീതങ്ങളോടൊക്കെ വേദപുസ്തകത്തിലെ വാക്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ആളുകൾ ചിലപ്പം തോറ്റുപോകും. നമ്മുടെ ആളുകളെക്കാട്ട് കൂടുതൽ വേദപുസ്തകത്തിലെ വാക്യങ്ങളൊക്കെ അരച്ച് കലക്കി കുടിച്ച് വെച്ചിരിക്കുക. വാഗ്വാദം നടത്താനാണ് ഏത് സമയം അവർ റെഡിയാണ്. വേദപുസ്തകത്തിലെ വാക്യങ്ങളെടുത്ത് വാഗ്വാദം നടത്താൻ റെഡിയാണ്, തയ്യാറാണ്. പൗലോസ് ശ്ലീഹ പറയുകയാണ്, അവർ തക്കത്തിൻ്റെയും വാഗ്വാദത്തിൻ്റെയും ഭ്രാന്ത് പിടിച്ച് ചേർത്തിരിക്കുന്നു. ഇനി അവരിൽ കാണുന്ന ചില പ്രത്യേകതകൾ അതും പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്. ഈ വേദഭാഗം ഞാൻ പറഞ്ഞപ്പോൾ ഒന്ന് രണ്ട് പേർ എന്നോട് പറയുകയാണ്, അച്ഛാ, ഇത് വളരെ വാസ്തവമായ കാര്യമാണ്. പൗലോസ് ശ്ലീഹ ഇത് അവരെക്കുറിച്ച് തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. എന്താ അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? അവയാൽ അസൂയ, ഷണ്ഡ, ദൂഷണം, ദുസംശയം, ദുർബുദ്ധികളും സത്യത്യാഗികളുമായ മനുഷ്യരുടെ വ്യർത്ഥവാദം എന്നിവ ഉളവാക്കുന്നു. അവർ ദൈവഭക്തി ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നു. അലംഭാവത്തോടുകൂടി ദൈവഭക്തി വലുതായ ആദായം ആകുന്നു താനും. പൗലോസ് ശ്ലീഹ പറയുക, ഇന്ന് നമുക്ക് ചുറ്റുമുള്ള ചില ആളുകളെ കുറിച്ച് ഓരോരുത്തർ പറയുന്നു, എൻ്റെ അച്ഛാ, ഇവൻ ബിസിനസ് എല്ലാം പൊട്ടി താറുമാറായിരുന്നു, പക്ഷേ ആ വേദവസ്ത്രം എടുത്ത് പ്രസംഗിക്കാൻ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പം കോടിക്കണക്കിന് ഇപ്പം അവൻ്റെ ആസ്തി ഒന്നുമില്ലാതെ ഇവൻ നടന്നതാണ്, പക്ഷേ ഇപ്പം കോടിക്കണക്കിന് അവൻ ആസ്തിയായി. ഇവൻ ഒന്നുമില്ലാതെ നടന്നതാണ്, പക്ഷേ ഇപ്പോഴവൻ്റെ ഇഷ്ടം പോലെ സമ്പത്തായി, ഇഷ്ടം പോലെ കാര്യങ്ങളായി എന്ന്. പൗലോസ് ശ്ലീഹ പറയാണ്, ഇവർക്ക് അസൂയ, ഷണ്ഡ, ദൂഷണം, ദുസംശയം, ദുർബുദ്ധി. ചില വേദവിപരീതികൾ വന്നിട്ട് ഒരു വീട്ടിൽ കയറി പറയും, ഇവിടെ എന്തോ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, ഈ കുഴപ്പത്തിന് കാരണം നിങ്ങളുടെ അയൽവക്കക്കാർ നിങ്ങൾക്ക് എന്തോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ ഒരു ഉപവാസ പ്രാർത്ഥന വെക്കണം. ഒരു 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയൊക്കെ വെക്കുമ്പോൾ ഈ അയൽവക്കക്കാരുടെ ഈ ചെയ്തികളെല്ലാം മാറിക്കിട്ടും. ഒരു വീട്ടിൽ ഒരമ്മ വന്നിട്ട് എന്നോട് പറയുകയാണ്, ഈ വീട്ടിൽ വേണ്ടി ചെയ്തത് ആരാണ് എന്നാണ് ഈ ദുരുപദേശിയുടെ പറച്ചിൽ. ആ വീടിന് വേണ്ടി ചെയ്തത് സ്വന്തം ഭർത്താവിൻ്റെ സഹോദരൻ, അവരുടെ കുടുംബങ്ങളുമാണ്. ആ കുടുംബത്തെ തമ്മിൽ ഛിന്ന ഭിന്നമാക്കുവാൻ കഴിയുന്ന തരത്തിൽ ഏതൊക്കെ കാര്യങ്ങളാണോ പറഞ്ഞു കൊടുക്കുന്നത് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവസാനം പകയും പിണയുക്കവും ആക്കി. പിന്നീടാണ് ഈ അമ്മ തിരിച്ചറിയുന്നത്, എൻ്റെ ഭർത്താവിൻ്റെ സഹോദരനൊക്കെ ഞങ്ങൾക്ക് നന്മയായിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ, അച്ഛാ തെറ്റിപ്പോയി. അങ്ങനെ ആ ദുരുപദേശം വന്ന് പ്രാർത്ഥിച്ച് ഉപവാസ പ്രാർത്ഥനയ്ക്ക് വെച്ച് ആ ഉപദേശം കേട്ട് അതുകൊണ്ടാണ് ഞങ്ങൾ സഹോദരൻ്റെ കുടുംബവുമായിട്ട് ഇത്രമാത്രം പിണക്കത്തിലായിത്തീരാൻ കാരണം. അന്യ ഉപദേശങ്ങളൊക്കെ കൊണ്ടുകൊടുത്ത് ഭവനങ്ങളിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നു, സമാധാനം ഉണ്ടാക്കുന്നു, അസമാധാനം സൃഷ്ടിക്കുന്നു. ഞാൻ വെണ്ണിക്കുളത്ത് സെൻറ്റ് ബഹനാൻ സ്കൂളിൽ ഹയർ സെക്കൻഡറിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഒരു ദിവസം ഒരു ക്ലാസ്സിൽ ഒരു പയ്യൻ വളരെയധികം വിഷാദത്തോടെ ഇരിക്കുന്നുണ്ട്. ക്ലാസ് എല്ലാം കഴിഞ്ഞ് വന്നപ്പം ഞാൻ അവനോട് ചോദിച്ചു, എന്താ നീ ഇന്ന് ക്ലാസ്സിൽ ഒട്ടും ശ്രദ്ധിച്ചില്ലല്ലോ, നീ എന്താ വിഷമിച്ചിരിക്കുന്നത്, നിനക്ക് എന്തെങ്കിലും ഭാരമുണ്ടോ? സ്റ്റാഫ് റൂമിൽ വെച്ച് ഇപ്പം കോട്ടയത്ത് MD സ്കൂളിൻ്റെ പ്രിൻസിപ്പലായിരിക്കുന്ന റജി സാറുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഇരിക്കുന്ന അവസരത്തിൽ ആ പയ്യൻ അവൻ്റെ വിഷമം പറയുകയാണ്. അവനും അവൻ്റെ അമ്മയും അവൻ്റെ ഇളയ പെങ്ങളും അവരൊന്നിച്ച് ഓർത്തഡോക്സ് സഭയിൽ തന്നെ നിൽക്കുകയാണ്. പക്ഷേ അവൻ്റെ പപ്പായെ മറ്റ് കൂട്ടായ്മക്കാർ അവരുടെ കൂട്ടായ്മയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇപ്പം പപ്പ ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നിട്ടുണ്ട്. ഈ കൂട്ടായ്മക്കാർ വന്ന് വീട്ടിൽ ഭയങ്കര പ്രാർത്ഥന നടത്തുകയാണ്. എന്നിട്ട് കഴിഞ്ഞ ദിവസം അമ്മയോട് പറയുകയാണ്, നീ ഈ പള്ളി പോക്കൊക്കെ നിർത്തി ഈ കൂട്ടായ്മയിൽ വരുന്നില്ലെങ്കിൽ നിനക്ക് സംഭവിക്കാൻ പോകുന്ന ഭീകരമായ അപകടമായിരിക്കും. നിനക്ക് പലതരത്തിലുള്ള അസ്വസ്ഥതകളും നിനക്കുണ്ടാവും. ഇതൊക്കെ പറഞ്ഞ് ഈ അമ്മയെ ഭീതിപ്പെടുത്തിയിരിക്കും. അപ്പോൾ ഞാൻ ഈ ക്ലാസ്സിൽ വെച്ച് ഇവൻ വിഷമതയോടുകൂടി ഇരിക്കുന്നത് കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ ഈ കുഞ്ഞിൻ്റെ മറുപടിയാണ്, അവൻ്റെ വീട്ടിൽ മുഴുവനും അസ്വസ്ഥതയുള്ളവാക്കി. ഞാൻ പറഞ്ഞു, നിങ്ങളൊന്നുകൊണ്ടും പേടിക്കേണ്ട, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. പ്രാർത്ഥനയിൽ, ദേവാലയത്തിലെ പ്രാർത്ഥനയിൽ, പള്ളി കൂദാശയിൽ നിങ്ങൾ പള്ളിയിൽ പോകുന്നത് പതിവ് പോലെ നിങ്ങൾ പോകണം. അവിടെ വീട്ടിൽ ഒരു ഉപവാസ പ്രാർത്ഥന വെക്കുമ്പം അവരെന്നോട് പറയും, അച്ഛൻ വന്നിട്ട് വീടൊന്ന് കൂദാശ ചെയ്യണമെന്ന്. അവർ ഉപവാസ പ്രാർത്ഥന വെച്ച് പോയി കഴിഞ്ഞാൽ അച്ഛനെ വിളിച്ച് വീട് കൂദാശ ചെയ്യിപ്പിക്കും. അവർ ശക്തമായിട്ട് പള്ളിയോട് ചേർന്ന് നിൽക്കുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് അവരുടെ വല്യപ്പച്ചൻ മരിച്ചപ്പോൾ ഞാൻ ആ പള്ളിയിൽ പോവുകയും കുർബാന അർപ്പിക്കുകയും ചെയ്തു. മഹാസന്തോഷമെന്ന് പറഞ്ഞാൽ ഈ വേദവിപരീതികളെല്ലാം പറഞ്ഞു. ഇവൻ്റെ അമ്മയും ഇവൻ്റെ പെങ്ങളും ഇവനും എല്ലാം അങ്ങോട്ട് ചെല്ലുമെന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് പോയിരിക്കുന്ന അപ്പനും തിരിച്ച് പള്ളിയിൽ തന്നെ വന്നു, ആരാധനയിൽ സംബന്ധിക്കുന്നു. കുടുംബത്തിൽ വളരെ സമാധാനവും സന്തോഷവുമായി തീർന്നു. അങ്ങനെ തകർന്നു പോയൊരു കുടുംബം വളരെ സമാധാനമായി, സന്തോഷമായി. അനേകം വേദവിപരീതികൾ ഭവനത്തിൽ കടന്നു വന്നിട്ട് സഹോദരങ്ങളെ തമ്മിൽ കലക്കുകയാണ്, അസൂയ ഉണ്ടാക്കിയാണ്, ശണ്ഠയുണ്ടാക്കിയാണ്, കലഹമുണ്ടാക്കിയാണ്. പൗലോസ് ശ്ലീഹ പറയുന്നു, ഇവരുടെ ലക്ഷ്യം ഒന്ന്. അതെന്നാ? ചിലപ്പോൾ ഇങ്ങനെയുള്ള വേദവിപരീതികളെ പാട്ട് പാടുന്ന ആ പാട്ട് കേൾക്കുമ്പോൾ പൗലോസ് ശ്ലീഹ പറഞ്ഞ പാട്ടിനോട് ഏറെ സാമ്യം തോന്നുന്ന ഒരു പാട്ടാണത്. അവർ പാടുന്ന പാട്ടിതാണ്, വേദവാക്യങ്ങൾ ഞങ്ങൾ ആദായമാവാൻ. പൗലോസ് ശ്ലീഹ പറഞ്ഞ അത് തന്നെയാണ്. പൗലോസ് ശ്ലീഹ പറഞ്ഞ എന്നാ? വേദവാക്യങ്ങൾ അവർക്ക്, വേദവിപരീതർക്ക് എന്താണ്? ആദായ മാർഗമാണ്. വേദവാക്യങ്ങൾ എടുത്തിട്ട് ഇപ്രകാരം പ്രസംഗിക്കുന്നവൻ അലംഭാവത്തോടുകൂടിയ ദൈവഭക്തി വലുതായ ആദായമാണ്. ഒന്നുമില്ലാതെ നടന്നവൻ, ബിസിനസ് പൊട്ടിയവൻ, കച്ചവടം പൊട്ടി പാളിഷായവൻ ഇന്ന് വേദവാക്യം എടുത്തുകൊണ്ട് നടന്നപ്പോഴത്തേക്ക് വലിയ ആദായ മാർഗം ആയി തീർന്നിരിക്കുക. പൗലോസ് ശ്ലീഹ പറയുകയാണ്, ഇത് കള്ള ഉപദേശമാണ്, കള്ള ഉപദേശികളാണ്, ഇവരെ വീട്ടിൽ കയറ്റരുത്, ഇവരെ തക്കും കൊണ്ട് നടക്കുകയാണ്, വാഗ്വാദം കൊണ്ട് നടക്കുകയാണ്, ഇവർ ദുഷ്പ്രവർത്തനങ്ങൾ കൊണ്ട് നടക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തിക്കല്ല, മനുഷ്യൻ്റെ പ്രവൃത്തിക്ക്, ലോകത്തിൻ്റെ പ്രവൃത്തിക്ക് ഒത്തവണ്ണമാണ് ഇവർ നടക്കുന്നത്. ദൈവകൽപ്പന അനുസരിക്കുന്നില്ല. അതുമാത്രമല്ല, ഭക്തിക്കൊത്ത ജീവിതം ഇവർക്കില്ല എന്ന് പറയുന്നു. ഇവർ കള്ളനാണ്, ആകാത്ത വേലക്കാരനാണ്, നായ്ക്കളാണ്, ഇവരെ വീട്ടിൽ കയറ്റരുത്, ഇവർ വിശ്വാസത്തെ മുഴുവൻ മറിച്ചു കളയുന്നവരാണെന്ന് പറയുന്നു. 1 യോഹന്നാൻ 4-ാം അധ്യായം അവിടെ പറയുന്നു. യോഹന്നാൻ ശ്ലീഹായി പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് ചിലരുടെയൊക്കെ ചിന്തയുണ്ട്, ഒരുത്തം വന്നങ്ങോട്ട് സ്തോത്രം എന്നൊക്കെ ഒന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ആ കൂട്ടത്തിൽ അങ്ങ് പോയി 2 സ്തോത്രമൊക്കെ പറഞ്ഞ് 2 ഉപദേശമൊക്കെ കേൾക്കുന്ന ഒരു രീതി. യോഹന്നാൻ്റെ ലേഖനത്തിൽ യോഹന്നാൻ ശ്ലീഹ പറയുന്നത് എന്താണ്? 1 യോഹന്നാൻ 4-ാം അധ്യായം
ഒന്നാമത്തെ വാക്യം ഇവിടെ പറയുന്നു, പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവ എന്ന് ശോധന ചെയ്യുവിൻ. ഇവിടെ യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്, പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. യോഹന്നാൻ ശ്ലീഹ ഓർമ്മിപ്പിക്കണം. ചിലരുടെ ഒരു ചിന്തയുണ്ട്, അവരും പ്രസംഗിക്കുന്ന ദൈവവചനം ഇല്ലയോ, അത് കേട്ടാൽ എന്നാ കുഴപ്പം എന്നൊക്കെ ചിലർ ചിന്തിക്കാറുണ്ട്. രണ്ട് കാരണങ്ങൾ കൂടെ ഓർപ്പിക്കട്ടെ. യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്, ഈ ആത്മാക്കളെ വിവേചിക്കണം. ഒരുത്തൻ അവിടെ പ്രസംഗിക്കുന്ന പറഞ്ഞ് എല്ലാവരും അവൻ്റെ പുറകെ അങ്ങ് പോകരുത്. ആത്മാക്കളെ വിവേചിക്കണം. കാരണം കള്ളപ്രവാചകന്മാർ ഏറെയുണ്ട്. അതുകൊണ്ട് ആത്മാക്കളെ വിവേചിക്കണമെന്ന് യോഹന്നാൻ്റെ ലേഖനത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. യോഹന്നാൻ ശ്ലീഹ പറയും, ഇത് വിശ്വസിക്കാതെ, ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യണം. എന്തുകൊണ്ടാണ് ഈ ശോധന നടത്തണമെന്നത്? അതിൻ്റെ കാരണം തീമോത്തിയോസിൻ്റെ ലേഖനത്തിൽ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തീമോത്തിയോസിന് എഴുതിയ ലേഖനം 2 തീമോത്തിയോസ് 2-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുകയാണ്, എന്തുകൊണ്ടാണ് ഈ ആത്മാക്കളെ വിവേചിച്ചറിയണം, ഇവരുടെ പ്രസംഗം കേൾക്കാനായിട്ട് പോകരുതെന്ന് പറയുന്നതിൻ്റെ കാരണം പൗലോസ് ശ്ലീഹ തീമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ ഓർമ്മിപ്പിക്കുന്നു. 2 തീമോത്തിയോസ് 2-ാം അധ്യായം 16-ഉം 17-ഉം വാക്യം. കേൾക്കുന്നവരെ 14 മുതലുള്ള വാക്യം, കേൾക്കുന്നവരെ മറിച്ചു കളയുന്നതിനല്ലാതെ ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം ചെയ്യാതിരിക്കുമെന്ന് കർത്താവിനെ സാക്ഷിയായി അവരെ ഓർമ്മപ്പെടുത്തുക. അവരെ ഓർമ്മപ്പെടുത്തണമെന്ന് ഒരു കാര്യം പറയുകയാണ്. സത്യവചന കേൾക്കുന്നവരെ മറിച്ചു കളയുവാൻ അല്ലാതെ ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം ചെയ്യാതിരിക്കണമെന്ന് അവരെ ഓർമ്മിപ്പിക്കണം. എന്നിട്ട് പിന്നെന്താ പറയുന്നത്? സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരായി ദൈവത്തിന് കൊള്ളാവുന്നവരായി നിൽപ്പാൻ ശ്രമിക്കുക. നമ്മൾ എങ്ങനെ വേണമെന്ന് പൗലോസ് പറയുകയാണ്, സത്യവചനത്തെ പ്രസംഗിച്ചുകൊണ്ട് യഥാർത്ഥമായി ദൈവത്തിന് കൊള്ളാവുന്നവനായി ജീവിപ്പാൻ തക്കവണ്ണം ശ്രമിക്കണം. പിന്നെന്ത് വേണം? ഭക്തിവിരുദ്ധമായ വെറുതെ പ്രലോഭങ്ങളെ ഒഴിഞ്ഞിരിക്കുക. ആ വകക്കാർക്ക് അഭക്തി അധികം മുതിർന്നു വരും. അവരുടെ വാക്ക് അർബുദവ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും. ഈ ആളുകളുടെ പ്രസംഗം കേൾക്കാൻ പോയി കഴിഞ്ഞാൽ എന്ത് രോഗം പിടിക്കുമെന്നാണ് പറഞ്ഞെന്നറിയോ? ഈ ആളുകളുടെ പ്രസംഗം കേൾക്കാൻ പോയി കഴിഞ്ഞാൽ ക്യാൻസർ പിടിക്കുമെന്ന് പറഞ്ഞു. അർബുദം എന്തുവാ? ക്യാൻസർ. ഈ കള്ള ഉപദേശം കേട്ടുകഴിഞ്ഞാൽ അതെന്നതാണ്? അർബുദവ്യാധി പോലെ, ക്യാൻസർ പോലെ അത് മുഴുവൻ മനസ്സിലേക്ക് വ്യാപിക്കും. ആദ്യം ചെറിയ സംശയമായിരിക്കും, ആ സംശയം വളർന്ന് വലിയ സംശയങ്ങളായി രൂപാന്തരപ്പെടും. ചിലപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കും, എടാ ഇന്ന് പള്ളിയിൽ നിന്നവനാണല്ലോ, ഇന്നലെ പള്ളിയിൽ നിന്നവനാണല്ലോ, ഇന്ന് താണ്ട് അവിടെ കൂട്ടായ്മയിൽ പോയി നിൽക്കുന്നത്. അങ്ങനെ വിചാരിച്ച് ഭാരപ്പെടേണ്ട. കാരണം പൗലോസ് ശ്ലീഹായുടെ കൂടെയൊക്കെ ഉണ്ടായിരുന്നവർ ഇതുപോലെ വേദവിപരീതത്തിൻ്റെ പിറകിൽപ്പെട്ട് കുറേ പേര് പോയിട്ടുണ്ട്. അങ്ങനെ പോയവരെക്കുറിച്ചും പൗലോസ് ശ്ലീഹ പറയുകയാണ്. ഹുമനിയോസും 2 തീമോത്തിയോസ് 2-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നു, അങ്ങനെ പോയവരുടെ കാര്യത്തെക്കുറിച്ച് പറയുന്നു, ഹുമനിയോസും ഫിലേത്തോസും അവരുടെ കൂട്ടത്തിലുള്ളവരാകുന്നു. അവർ സത്യം വിട്ട് തെറ്റി. അവർ സത്യം വിട്ട് തെറ്റിയെന്ന്. ഇങ്ങനെയുള്ളതായ കൂട്ടായ്മകളൊക്കെ പോയിട്ട് അവരുടെ പ്രസംഗമൊക്കെ കേട്ട് അവരുടെ കൂട്ടത്തിൽ ആയിത്തീർന്നു. പൗലോസ് ശ്ലീഹ പറയുന്നു, ഇങ്ങനെയുള്ളതായ ആളുകൾ വീണ്ടും 1 തീമോത്തിയോസിൻ്റെ ലേഖനം 1:20 പറയുന്നു, കുറേ ആളുകൾ പോയിരിക്കുന്നു. അതാരാ പോയിരിക്കുന്നത്? 1 തീമോത്തിയോസ് 1-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നു, ഹുമനിയോസും അലക്സന്ദ്രോസും ഈ കൂട്ടത്തിൽ ഉള്ളവർ ആകുന്നു.
അവർ ദൂഷണം പറയാതിരിപ്പാൻ പഠിപ്പിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. അവിടെ വേറെ രണ്ടുപേരുടെ പേര് പറയുകയാണ്, ഹുമനിയോസും അലക്സാണ്ടറും. അവരും എന്ത് ചെയ്തു? ഈ സത്യവിശ്വാസമെല്ലാം കളഞ്ഞിട്ട് അവര് വേദവിപരീതം പഠിപ്പിക്കുകയും പറയുകയും ചെയ്തു. പ്രിയ സഹോദരങ്ങളെ, ഈ വേദഭാവത്ത് ഇത്രയും വേദഭാവം നമ്മൾ കാണുവാൻ ഇവിടെ എത്തുന്നു. അവിടെ ഓർമ്മിപ്പിക്കുന്നത്, വേദവിപരീതങ്ങൾ ശക്തമായിട്ട് ഇന്ന് മാത്രമല്ല ശ്ലീഹന്മാരുടെ കാലത്തും വളരെയധികം ശക്തമായിട്ടും ഉണ്ടായിരുന്നു. ആ വേദവിപരീതങ്ങളോടുള്ളതായ നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കണമെന്ന് പൗലോസ് ശ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്. ഈ വിപരീതികളെ നമ്മുടെ വീട്ടിൽ കയറ്റരുത് എന്ന് പറയുവാൻ പോകണം. കാരണം എന്നാണ്? അവരുടെ ഉപദേശം കേൾക്കാൻ പോകരുതെന്ന് പറയുന്നതിന് കാരണം എന്നാണ്? അവരുടെ കൂട്ടത്തിലേക്ക് പോയി അനേകം ആളുകൾ ആ കൂട്ടത്തിലേക്ക് പോകുന്നു. അതാരൊക്കെയാണെന്നൊക്കെ പറയുന്നു. ഇവര് തത്വജ്ഞാനമാണ്, വാഗ്വാദമാണ്, അസൂയ, ശണ്ഠ, ഈർഷ്യ, പക, പിണക്കം ഇതൊക്കെ കൊണ്ട് നടക്കുന്നവരാണ്. ലോകത്തിൻ്റെ സമ്പ്രദായവും മനുഷ്യൻ്റെ സമ്പ്രദായം അനുസരിച്ച് നടക്കുന്നവരാണ്. ദൈവത്തിൻ്റെ സമ്പ്രദായം അനുസരിച്ചുള്ളവരല്ല. ഇവർ കള്ളന്മാരാണ്, ആകാത്ത വേലക്കാരാണ്, നായ്ക്കളാണ്, ഇവർ ശപിക്കപ്പെട്ടവരാണ്, ഇവരുടെ ആദായം വയറാണ് എന്ന് പൗലോസ് ശ്ലീഹ ഓർമ്മിപ്പിക്കുക. യോഹന്നാന്റെ ലേഖനത്തിൽ യോഹന്നാൻ ശ്ലീഹ പറയുന്നു, ആരെവിടെ പ്രസംഗിച്ചാലും ആ പ്രസംഗം കേൾക്കാനായിട്ട് നിങ്ങളങ്ങ് പോകരുത്. പിന്നെന്ത് ചെയ്യണം? ആത്മാക്കളെ വിവേചിച്ച് അറിയണം. ആത്മാവിനെ പരിശോധിക്കണം, വിവേചിച്ച് അറിയണം. വേദവിപരീതങ്ങളോടുള്ളതായ വേദപുസ്തകത്തിൻ്റെ നിലപാട് ഇതാണ്. ശ്ലീഹന്മാരുടെ നിലപാട് ഇതാണ്. അപ്പോസ്തലന്മാരുടെ നിലപാട് ഇതാണ്. ഇങ്ങനെ വേദവിപരീതികൾ കൊണ്ടുവന്നിട്ടുള്ള അനേകം ഉപദേശങ്ങൾ എനിക്ക് തോന്നുന്നു അത് ദീർഘമായിട്ട് ഈ ബുധനാഴ്ച ദിവസങ്ങൾ വളരെയധികം പരാമർശിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും നമുക്കറിയാമല്ലോ, ആദ്യം വേദവിപരീതികൾ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു, സഹോദര സഹോദരി രക്ഷിക്കപ്പെട്ടോ? അത് ബസ്സിൽ പോയാലും എവിടെ പോയാലും കേൾക്കുന്ന ഒരു ചോദ്യമായിരുന്നു. ഇപ്പോഴങ്ങനെ ഒരു ചോദ്യം ആരും ചോദിക്കാറില്ല. പിന്നത്തെ ഒരു ചോദ്യമായിരുന്നു, രക്ഷിക്കപ്പെട്ടവർ വേർതിരിക്കപ്പെട്ടവരാണ്, അതുകൊണ്ട് ആഭരണമെല്ലാം പറിച്ചു കളയണം. കഴുത്തെ കിടക്കുന്ന മിന്നൂരും വളവൂരും എല്ലാം ഊരും. അതിനെടുക്കുന്ന ഒരു വാക്യം പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്ന ഒരു വാക്യം. പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്നു, സ്ത്രീകളോട് പറയുകയാണ്, പത്രോസ്ലിയ പറയുന്നു, പിന്നിയ തലമുടി, വിലയേറിയ മുത്ത്, ആഭരണങ്ങൾ ഇവ കൊണ്ടല്ല സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിക്കുന്നത്. പക്ഷേ ഇവരെന്നെയും ഈ ആഭരണമൊക്കെ പറിച്ചു കളയും. ബാക്കി രണ്ടെണ്ണം പിടിച്ചിട്ടുണ്ട്. ഏതാണ് ബാക്കി രണ്ടെണ്ണം? വിലയേറിയ വസ്ത്രമുണ്ട്. ഇവർ നോക്കി ആഭരണം ഇടാത്ത ആളുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ വിലയേറിയ സാരിയായിരിക്കും. സ്വർണ്ണമാല എടുക്കത്തില്ല, സ്വർണത്തിൻ്റെ ഒരു കുരിശ് ഉപയോഗിക്കത്തില്ല, ചെറിയൊരു മിന്ന ആ കുരിശ് ഉപയോഗിക്കത്തില്ല. പക്ഷെ കയ്യിലോട്ട് നോക്കാമെങ്കിൽ സ്വർണത്തിൻ്റെ ഒന്നാന്തരം വാച്ച് കാണും. സ്വർണം പൂശിയ വാച്ച് കൈ കാണും. പിന്നെ തലമുടിയൊക്കെ നോക്കാമെങ്കിൽ പിന്നെ തലമുടിയായിരിക്കും. അപ്പം പൗലോസ്ലിയ പറഞ്ഞ കുറച്ച് കാര്യം അത് കളഞ്ഞിട്ടുണ്ട്. പത്രോസ്ലിയ പറഞ്ഞ കുറച്ച് കാര്യം കളഞ്ഞു, ബാക്കിയെല്ലാം അവരെടുക്കും. ഇപ്പോഴ് അതും പോയിട്ട് ആഭരണം ഇടാവും അങ്ങനെയുള്ളതായ ദുരുപദേശവുമായി. ആഭരണം ഇട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ വേറെ കുറച്ച് സമയത്ത് ഈ കുരിശ് കാണുന്നതേ അവർക്ക് അലർജിയായിരുന്നു. കുരിശ് ബിംബമല്ലയോ, കുരിശ് എന്തിനാണ് വെക്കുന്നത്? ഇപ്പം ഈ ഗുജറാത്തിലൊക്കെ ഞാൻ അവിടെ ഉള്ളതുകൊണ്ട് മിക്കവാറും അടി കിട്ടുമെന്ന് പേടി വന്നപ്പോഴെല്ലാവരും കുരിശ് വെക്കാൻ തുടങ്ങി. ഹോളിന് മേളിലെല്ലാം കുരിശ്, പ്രസംഗ പീഠത്തിന് മുമ്പേ കുരിശൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഒരു മനുഷ്യൻ പറഞ്ഞുകൊണ്ട് നടന്നു. ആ മനുഷ്യൻ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, കർത്താവ് കുരിശിൽ കിടന്ന് മരിച്ചു, അതുകൊണ്ട് കുരിശ് കഴുത്തേൽ കെട്ടിത്തൂക്കിടുന്നു. കർത്താവ് കട്ടിലേ കിടന്ന് മരിച്ചായിരുന്നല്ലോ, കട്ടിൽ കഴുത്തെ കെട്ടിത്തൂക്കിട്ടുകൊണ്ട് നടക്കുമായിരുന്നു. ഇന്നങ്ങനെ ചോദിച്ച ഒരാളിൻ്റെ മനോഹരമായ പള്ളിയും കുരിശും എല്ലാം ഇവിടെ കാണാം. നമ്മൾ തിരുവല്ലായിൽ നിന്ന് കോഴഞ്ചേരിക്ക് പോകുന്ന റൂട്ടിൽ വലത് സൈഡിൽ കാണാം. കുരിശ് വേണ്ടെന്ന് പറഞ്ഞു, ഇപ്പോൾ കുരിശായി. പിന്നെ അച്ഛന്മാരെ ഫാദേഴ്സ് എന്ന് വിളിക്കരുത്, വേറൊരു പറച്ചിലാണ്. അച്ഛന്മാരെ ഫാദേഴ്സ് എന്ന് വിളിക്കും.
ജന്മം കൊടുത്ത അപ്പനെ, അതായത് അപ്പ എന്ന് വിളിക്കരുത്. നമുക്കറിയാലോ, അപ്പ എന്ന് വിളിക്കാതെ പിതാവ് എന്ന് നിങ്ങൾ ആരെയും വിളിക്കരുത്. ഇതുകൊണ്ടായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അപ്പന്മാരെ വിളിക്കുന്നത് തന്തപ്പടി, മെയിൻ സ്വിച്ച്, കേന്ദ്രം, ഇതൊക്കെയാണ് മെസ്സേജ് അയക്കുന്നത്. അവൻ ചോദിക്കും, കേന്ദ്രം അവിടെ ഉണ്ടോ, തന്തപ്പടി അവിടെ ഉണ്ടോ? പ്രായമുള്ള അമ്മച്ചിമാർ ചോദിക്കും, ഷിബു ഉണ്ടോ, ഷേർലി ഉണ്ടോ? ഇത് കുഞ്ഞുങ്ങൾ ആ കൂട്ടായ്മകളൊക്കെ പോകുന്നതുകൊണ്ടായിരിക്കും അവർ പിതാവെന്ന് വിളിക്കാറില്ല. പിതാവെന്ന് വിളിക്കുന്നതിന് പകരമുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. വേദോസത്തിൽ ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ആരെയും പിതാവെന്ന് വിളിക്കരുത്, ഒരു പിതാവേ നിങ്ങൾക്കുള്ളൂ, സ്വർഗസ്ഥനായ പിതാവേ. അപ്പം ജന്മം കൊടുത്ത അപ്പന്മാരെ എന്ത് വിളിക്കുന്നത്? പിതാവല്ലേ. അപ്പം സ്വർഗസ്ഥനായ പിതാവും ഈ ഭൂമിയിലുള്ള അപ്പനും തിരിച്ചറിയുവാൻ കൊണ്ട് സാധിക്കുന്നില്ല. ഇത് വേറൊരു വിപരീതം. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ കാണുകയുണ്ടായി, ഒരാൾ ഒരു ആപ്ലിക്കേഷൻ ഫോം കൊടുത്തിരിക്കുന്നത് റവറൻ ഫാദർ ഇന്ന ആ പേരൂടെ ചേർത്ത് കൊടുത്തിരിക്കുന്നു. ആദ്യം റവറൻറ്റ് വെച്ച് തുടങ്ങി, ഇപ്പോഴും ഫാദറും വെച്ച് തുടങ്ങി. ഞാനൊരു ദിവസം ഒരു ഭക്ഷണമേശയിലിരിക്കുകയാണ്. തൊട്ടടുത്ത് ആ ഭവനത്തിലെ ഒരു അംഗമെന്ന നിലയിൽ ഒരു പാസ്റ്ററും വന്നിരിപ്പുണ്ട്. അപ്പോൾ അടുത്തിരുന്ന ഒരാൾ ഈ പാസ്റ്ററോട് ചോദിക്കുകയാണ്, പാസ്റ്ററെ, കൊച്ചമ്മ വന്നില്ലയോ? അപ്പം ഞാൻ കേൾക്കത്തക്ക വിധത്തിലായിരിക്കണം ഇതൊരു ചോദ്യം. ഞാൻ പറഞ്ഞു, പാസ്റ്ററുടെ ഭാര്യയ്ക്ക് കൊച്ചമ്മയെന്നല്ല വിളിക്കണം, അച്ഛനും കൊച്ചമ്മയെന്ന് പറഞ്ഞാൽ അതിനൊരു ഒരു പൊരുത്തമുണ്ട്. അതുകൊണ്ട് പാസ്റ്ററിൻ്റെ ഭാര്യയ്ക്ക് വല്ല പേസ്ട്രിന്നോ വല്ലതും വിളിക്കണം എന്ന് പറഞ്ഞു. പാസ്റ്ററും പേസ്ട്രിയും വന്നിട്ടുണ്ട്. അച്ഛൻ്റെ ഭാര്യയ്ക്ക് കൊച്ചമ്മ. പിന്നെ അച്ഛന്മാർ കുപ്പായം ഇടുന്നതിനായിരുന്നു വലിയ പ്രശ്നം. ഇത്രയും വേളയിൽ കുപ്പായം എന്തിനാണ്? പുരോഹിതന്മാരെന്തിനാണ്? പള്ളി ദേവാലയം എന്തിനാണ്? കുറച്ച് നാളത്തെ ചോദ്യം ഇതാണ്, എന്തിനാ പള്ളിയിൽ പോകുന്നത്? അന്നേരം ചോദിച്ച വേദഭാഗം ഇതായിരുന്നു, കല്ലായതിലും കൈപ്പണിയായതിലും ദൈവം വസിക്കുമോ? പിന്നെ പള്ളിയിൽ എന്തിനാ പോകുന്നത്? ഇപ്പോഴും നിങ്ങൾ അങ്ങോട്ട് നോക്കിക്കേ, പള്ളിയെക്കാട്ടിൽ തകർപ്പൻ ഹോളുകൾ, AC വെച്ചതുണ്ട്, കുരിശ് വെച്ചതുണ്ട്, കിഴക്കോട്ടുള്ളതുണ്ട്, എല്ലാം കിഴക്കോട്ട് ദർശനമുള്ളത്, സ്റ്റേജ്, പ്ലാറ്റ്ഫോം എല്ലാം. കഴിഞ്ഞ ദിവസം കാണാൻ കൊണ്ട് സാധിക്കുന്നുണ്ട്. തിരുവത്താഴമാണ്. കുർബാന എന്തിനാണ് ചോദിച്ചിട്ട് പോയിപ്പോൾ ഇപ്പം തിരുവത്താഴമായി. തിരുവത്താഴം പോയി കഴിഞ്ഞ ശേഷം ഉടനെ അടുത്ത ചോദ്യമായിരുന്നു, ഈ പള്ളിയിൽ കാണിക്കുന്നതൊക്കെ നാടകമല്ലയോ എന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ കാണാൻ കൊണ്ട് സാധിക്കുന്നത് കാസ പീലാസ പോലെ ബണ്ണ് വെച്ചിരിക്കുന്ന ഒരു പാത്രം, അതിന് മേളിൽ ശോശപ്പായ്ക്ക് പകരം ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ഒരു വെള്ള തുണി. വേദപുസ്തകത്തിൽ വാക്യങ്ങളെ കോട്ടി മാറ്റിയിട്ട് വിശ്വാസികളെ കുത്തിത്തിരിപ്പിച്ച് കലക്കത്തിൻ്റെ ആത്മാവിനെ കൊണ്ടുവന്ന് ആകെ അവരെ വാഗ്വാദം കൊണ്ട് കള്ള ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് പിടിച്ചോണ്ട് പോയവരാണ്. പക്ഷെ ഇപ്പോൾ അവരാകെ അങ്കലാപ്പിലായിത്തിരിക്കുക. വേദവിപരീതങ്ങളൊക്കെ പറഞ്ഞ് അവരിപ്പം നോക്കി വരുന്ന സമയത്ത് വേദവിപരീതങ്ങളാണെന്ന് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും അവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അപ്പോഴൊരു കാര്യം വ്യക്തമാണ്, ഇത് മുഴുവനും വേദത്തിന് വിപരീതം ആയിരുന്നു. ശ്ലീഹന്മാർ പറഞ്ഞതുപോലെ തന്നെ അപ്പോസ്തലന്മാരുടെ ആ പൈതൃകത്തിനും പാരമ്പര്യത്തിനും വിശ്വാസത്തിനും പഠിപ്പിക്കലിനും വിരുദ്ധമായിരിക്കുന്ന പഠിപ്പിക്കലുകളായിരുന്നു. മറ്റൊരു പഠിപ്പിക്കലാണ്, ഇതുപോലെ തന്നെ ഒത്തിരി വേദവിപരീതങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ മറ്റൊരു പഠിപ്പിക്കലാണ് പ്രധാനമായിട്ടും സ്നാനമേറ്റു കഴിഞ്ഞ ശേഷം പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണമെന്ന് പറയും. സ്നാനമേറ്റ ശേഷം പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം. ഒരാൾ എന്നോട് പറയുക, ഞാൻ പറഞ്ഞു ഓർത്തഡോക്സ് സഭയിൽ അങ്ങനെയല്ല. ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസം അനുസരിച്ച് സ്നാനം ഏൽക്കുന്ന സമയത്ത് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ആ വ്യക്തിക്ക് നൽകും. രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ചിന്തിക്കുവാൻ പഠിക്കുവാൻ നമ്മൾ ആഗ്രഹിച്ചത്. ഒന്ന്, വേദവിപരീതങ്ങളെയും വേദവിപരീതത്തോടുള്ളതായ നമ്മുടെ നിലപാട് എങ്ങനെയായിരിക്കണം, എന്തുകൊണ്ട് അവരെ മാറ്റി നിർത്തുന്നു, എന്തുകൊണ്ട് വേദവിപരീതത്തെ തള്ളിക്കളയുന്നു, മാറ്റി നിർത്തുന്നു, ശപിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നു. അത്രയും ഇപ്പോൾ ഞാൻ സംസാരിച്ചു കഴിഞ്ഞു. വേദപുസ്തകത്തിൽ ഇത്രയും വേദഭാഗം എടുത്ത് ഞാൻ പഠിപ്പിച്ചത്.
രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വേദവിപരീതികൾ പറയുന്ന ഒരു ദുരുപദേശം. ആ ഒരു ദുരുപദേശം ഇതാണ്: സ്നാനമേറ്റ് കഴിഞ്ഞ ശേഷം പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം. ഇതാ ഒരു ദുരുപദേശം പറഞ്ഞ് പഠിപ്പിക്കുന്നത്. ഇനി ഇതിൻ്റെ വാസ്തവം എന്താണ് എന്ന് നമുക്ക് ശാന്തമായിട്ട് ചിന്തിക്കാം. നമുക്കറിയാമല്ലോ, കൂദാശകൾ എത്രണ്ണമാണുള്ളത്? 7 കൂദാശകളായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. കൂദാശകൾ ഏറെയുണ്ട്, എന്നാൽ തന്നെയും 7 കൂദാശകളായിട്ട് പൊതുവായിട്ട് സഭ തിരിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തെ കൂദാശ ഏതാ? മാമോദീസ. രണ്ടാമത് മൂറോൻ അഭിഷേകം. 3 കുംഭസാരം. 4 കുർബാന. 5 വിവാഹം. 6 പട്ടത്വം. 7 തൈലാഭിഷേകം. 7 കൂദാശകളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒന്നാമത്തെ കൂദാശ മാമോദിസ, രണ്ടാമത്തെ കൂദാശ മൂറോൻ അഭിഷേകം. മൂറോൻ അഭിഷേകത്തെക്കുറിച്ച് ശാന്തമായിട്ട് നമുക്കൊന്ന് പഠിക്കാം. പരിശുദ്ധ മൂറോൻ അഭിഷേകം മാമോദീസയിൽ കൂടെ തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത്. ഈ മൂറോൻ അഭിഷേകത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിൻ്റെ പ്രതീകമാണത്. പരിശുദ്ധനായ സിറിൽ, ജെറുസലേമിലെ സിറിൽ പിതാവ് പറയുകയാണ്, കൂദാശ ചെയ്യപ്പെട്ടിരിക്കുന്ന മൂറോൻ തൈലം കൂദാശ ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ പരിശുദ്ധ കുർബാന എങ്ങനെ കർത്താവിൻ്റെ ശരീരമായി തീരുന്നുവോ അതുപോലെ തന്നെ കർത്താവിൻ്റെ തൈലമായി മാറുന്നതാണ് എന്നത് പരിശുദ്ധ മൂറോൻ. അതുകൊണ്ട് മൂറോൻ നമ്മൾ വിളിക്കുന്ന എന്താണ്? പരിശുദ്ധ മൂറോൻ. നിങ്ങളൊന്ന് പറയുകൂടെ ചെയ്തേ. മൂറോൻ എന്ന് വിളിക്കത്തില്ല, പിന്നെന്താ വിളിക്കുന്നത്? പരിശുദ്ധ മൂറോൻ. പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് പോലെ തന്നെ കർത്താവിൻ്റെ തൈലമാണ് എന്ത്? പരിശുദ്ധ മൂറോൻ. ഇനി മാമോദീസയോട് ചേർന്ന് തന്നെയാണ് ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം ഉണ്ടാവേണ്ടത്. അതിന് കാരണം നമ്മുടെ കർത്താവ് ശ്ലീഹന്മാരോട് പറഞ്ഞു, ഞാൻ പോയി കഴിഞ്ഞാൽ മറ്റൊരു കാര്യസ്ഥനെ അയക്കും. അതാരാണ്? പരിശുദ്ധാത്മാവ്. ഞാൻ പോയി കഴിഞ്ഞാൽ മറ്റൊരു കാര്യസ്ഥൻ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവാം ദൈവം നിങ്ങളുടെ മേൽ വന്ന് ആവസിക്കും. അവൻ നിങ്ങളോട് കൂടെയിരിക്കും, നിങ്ങളെ വഴി നടത്തും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കർത്താവ് ഓർമ്മിപ്പിച്ചിരിക്കും. അപ്പം പരിശുദ്ധ മാമോദീസ എന്ന് പറയുന്നത് ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട് ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുന്ന അനുഭവമാണ്. അപ്പം പരിശുദ്ധ മാമോദീസയിൽ തന്നെ പരിശുദ്ധ മൂറോൻ്റെ അഭിഷേകം നടത്തുമ്പോൾ എന്തിൻ്റെ ആവാസം ഉണ്ടാകുന്നു? പരിശുദ്ധാത്മാവിൻ്റെ ആവാസം ഒരു വ്യക്തിയിൽ ഉണ്ടാകും. ചില ദുരുപദേശക്കാർ പറയുന്നത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എവിടെയെങ്കിലും പോയി കലക്കവെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ, സ്നാനമേറ്റ് കഴിഞ്ഞാൽ പിന്നീട് പരിശുദ്ധാത്മാവിന് വേണ്ടി ഉപവസിക്കണം, നോമ്പെടുക്കണം, എന്നിട്ട് കാത്തിരിക്കണമെന്ന് പറയും. അങ്ങനെയുള്ള പതിവ് വേദപുസ്തകത്തിലേ ഇല്ല. പിന്നെ വേദപുസ്തകത്തിൽ കാണുന്നത് എന്നാ? അത് നമുക്ക് ശാന്തമായിട്ട് നോക്കാം. വേദപുസ്തകത്തിൽ കാണുന്നത്, ചില വേദപുസ്തകത്തിൽ നടത്തുന്ന 1, 2, 3 മാമോദീസകൾ നമുക്കൊന്ന് പരിശോധിക്കാം, പഠിക്കാം. ഒന്നാമത്തെ മാമോദീസ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ. വേദപുസ്തകമുള്ളവർ എടുത്ത് വായിച്ചോണം. അപ്പോസ്തല പ്രവൃത്തി, ഞാൻ സാവകാശം പറയുന്നത് നിങ്ങളുടെ വേദഭാഗം എടുക്കാനായിട്ട്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ 37 മുതലുള്ള വാക്യം ഒന്ന് വായിച്ച്. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം ഏൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അവിടെ പറഞ്ഞ എന്നതാണ്? പത്രോസ് ക്രൈസ്തവ സഭയിൽ ആദ്യത്തെ മാമോദീസ. അതാണ് നമ്മളിപ്പം പരിശോധിക്കാൻ പോകുന്നത്. ഈ മാമോദീസയിൽ
മാമോദീസ കഴിഞ്ഞിട്ട് പിന്നീട് അവർ പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തിന് വേണ്ടി കാത്തിരുന്നോ, അതോ മാമോദീസയുടെ ഒപ്പം തന്നെ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചുവോ? ഇവിടെ പറഞ്ഞതിനാണ് പത്രോസ് ലീഹായുടെ പ്രസംഗം. ആ പ്രസംഗത്തിൽ 3000-ഓളം പേര് മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റു. 3000-ലധികം വരുന്ന ആളുകൾ. ഇവിടെ പറയുന്നത് എന്താണ്? പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അപ്പം മാമോദീസയോട് ചേർന്ന് ലഭിക്കുന്നതാണ് എന്ത്? പരിശുദ്ധ ആത്മാവിൻ്റെ ദാനം എന്ന് പറയും. മാമോദീസയോട് ചേർന്ന് പരിശുദ്ധാത്മാവിൻ്റെ ദാനം നമുക്ക് ലഭിക്കും. ഇവിടെ പത്രോസ് ലീഹ പ്രസംഗിച്ചു. 3000-ഓളം ആളുകൾ മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അവസാനത്തെ വേദഭാഗത്ത് കർത്താവ് പറഞ്ഞു, എന്ത് ചെയ്തു? നിങ്ങൾ പോയി ലോകമൊക്കെയിലും പുറപ്പെട്ട് എന്ത് ചെയ്യണം? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഉപദേശം പഠിപ്പിച്ചും എല്ലാവരെയും ശിഷ്യരാക്കിക്കൊള്ളുവാൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. ഇത് നമ്മുടെ കർത്താവിൻ്റെ ഒരു കൽപ്പനയാണ്. ആ കൽപ്പന പ്രകാരം പത്രോസ് ലീഹയുടെ പ്രസംഗത്തിന് ശേഷം ആദ്യമായിട്ട് ജനം മാമോദീസ ഏൽക്കുകയാണ്. 3000-ഓളം വരുന്ന പുരുഷാരം. ഈ 3000-ഓളം വരുന്ന പുരുഷാരത്തിനകത്ത് പ്രായമുള്ളവർ മാത്രമേ കാണത്തുള്ളൂ, കുഞ്ഞുങ്ങളുമുണ്ട്. കുടുംബമായിട്ട് എല്ലാവരും 3000-ഓളം വരുന്ന ജനം സ്നാനമേൽക്കുക. അതിനകത്ത് പ്രായമുള്ളവരുണ്ട്, മുതിർന്നവരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, എല്ലാവരുമുണ്ട്. ആ കുടുംബമായിട്ട് ഈ 3000-ഓളം ആളുകൾ സ്നാനമേൽക്കുക. ചില ആളുകൾ പറയാറുണ്ട്, കുഞ്ഞുങ്ങൾക്ക് ശിശു സ്നാനം കൊടുക്കണ്ടെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നു. എന്നാൽ വേദപുസ്തകത്തിലെ ആദ്യത്തെ മാമോദീസയിൽ അങ്ങനെ ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. ഇന്നവരുടെ പിള്ളേരെ മാറ്റി നിർത്തി, ഇന്നവരുടെ ശിശുക്കളെ മാറ്റി നിർത്തുക, അങ്ങനെ ഒരുത്തരുടെയും ശിശുക്കളെ മാറ്റി നിർത്തുന്നില്ല. ഇവിടെ ഒന്നാമത്തെ സ്നാനത്തിൽ എന്ത് സംഭവിക്കുന്നു? മാമോദീസയുടെ കൂടെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ദാനം അവർക്ക് ലഭിക്കും. രണ്ടാമത്തെ മാമോദീസ എന്ന് നോക്കാം. രണ്ടാമത്തെ മാമോദീസ അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ ഒന്ന് നോക്കിയേ. മറ്റൊരു മാമോദീസ അവിടെ കാണാം. അപ്പോസ്തല പ്രവൃത്തി 10-ാമത്തെ അധ്യായം 43 മുതൽ അവരിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ നാമം മൂലം പാപമോചനം ലഭിക്കും എന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഈ വാക്കുകളെ 43 മുതൽ 48 വരെ വായിച്ചു. സകല ജനത്താലുമല്ല, ദൈവം മുൻകൂട്ടി നിയമിച്ച സാക്ഷ്യത്തിനായി. അതല്ല, 43 മുതൽ 48 വരെ വായിച്ചു. ഈ വാക്കുകളെ 44-ാമത്തെ വാക്യം. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതും കേട്ടകയാൽ പത്രോസിനോട് വന്ന് പരിച്ഛേദകന്മാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം ജാതികളിൽ മേലും പകരുന്നത് കണ്ട് വിസ്മയിച്ചു. നമ്മെപ്പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചു കൂടാത്തവണ്ണം വെള്ളം വിലയ്ക്ക് വാങ്ങാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു. ഇവിടെ കാണുന്നത് ഒരു കൊലോസിൻ്റെ കുടുംബത്തിലാണ്, ഒരു വീട്ടിലാണ്. ഈ കൊലോസിയിലെ വിജാതീയൻ ആയിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ വീട്ടിൽ നടക്കുന്ന മാമോദീസയാണ് അത് കാണുന്നത്. പത്രോസ് ലീഹ പ്രസംഗിച്ച ശേഷം പരിശുദ്ധാത്മാവ് ഈ വ്യക്തികളുടെ മേൽ വന്ന് ആവസിച്ച് അവർ ഭാഷകൾ സംസാരിപ്പാൻ പോകണം തുടങ്ങി. അപ്പോൾ പത്രോസ് ലീഹ പറയുകയാണ്, ഇവരുടെ മേൽ ആത്മാവ് വന്ന് ഇറങ്ങിക്കഴിഞ്ഞു, ഇനി ഉടൻ തന്നെ ഇവർക്ക് എന്ത് കൊടുക്കണം? എന്താ അടുത്ത് കൊടുക്കേണ്ടത്? മാമോദീസ കൊടുക്കണം. അങ്ങനെ ഉടൻ തന്നെ അവർ സ്നാനമേൽക്കുക. പരിശുദ്ധാത്മാവ് വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനോട് ചേർന്ന് എന്തുണ്ട്? മാമോദീസയുണ്ട്. മാമോദീസ നടത്തി കഴിഞ്ഞാൽ അതിനോട് ചേർന്ന് എന്ത് കൊടുത്തിരിക്കും? പരിശുദ്ധാത്മാവിൻ്റെ ആവാസം, അഭിഷേകം നൽകിയിരിക്കും.
മൂന്നാമത് മറ്റൊരു സ്നാനം കാണുവാൻ കൊണ്ട് സാധിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൽ 1 മുതൽ 7 വരെയുള്ള വാക്യം. അപ്പൊല്ലോസ് കൊരിന്തിൽ ഇരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശത്തിൽ കൂടി സഞ്ചരിച്ച് എഫെസിൽ എത്തി ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു. എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം എന്ന് അവൻ അവരോട് ചോദിച്ചതിന് യോഹന്നാൻ്റെ സ്നാനം എന്ന് അവർ പറഞ്ഞു. അതിന് പൗലോസ്, യോഹന്നാൻ മാനസാന്തരമത്രേ കഴിച്ചു തൻ്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇത് കേട്ടേറെ അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റു. പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് അവർ അന്യഭാഷയിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. ഇവിടെ കാണുവാൻ സാധിക്കുന്നത് എഫേസോസിലെ കുറേ ആളുകളെ പൗലോസ് ലീഹ കാണുക. അങ്ങനെ ഉൾപ്രദേശത്തുകൂടി ഇങ്ങനെ പോകുന്ന വേളയിൽ ഈ എഫേസോസിൽ കുറച്ച് ആളുകളെ പൗലോസ് ലീഹ കണ്ടു. അപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾ സ്നാനമേറ്റോ? അവരോട് ഞങ്ങൾ സ്നാനമേറ്റതാണ്. ആരുടെ സ്നാനമാണ്? യോഹന്നാൻ്റെ സ്നാനമാണ്. പൗലോസ് ലീഹ പറഞ്ഞു, യോഹന്നാൻ്റെ സ്നാനമല്ല, കർത്താവായ യേശു മിശിഹായുടെ നാമത്തിൽ സ്നാനമേൽക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ സ്നാനം കഴിപ്പിച്ചു. ഉടൻ തന്നെ പൗലോസ് ലീഹ അവരുടെ മേൽ കൈവച്ചപ്പോൾ എന്തവർക്ക് ലഭിച്ചു? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ലഭിക്കും. കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരിലേക്ക് വന്ന് ഇറങ്ങിയാണ്. ഇതാണ് മറ്റൊരു മാമോദീസ കാണുന്നത്. ഇവിടെയും മാമോദീസയോട് ചേർന്ന് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം ഉണ്ടാകുന്നു. മറ്റൊരു മാമോദീസയുടെ കാണാം. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യം. അനന്തരം യെരൂശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമര്യ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അന്നുവരെ അവരിൽ ആരെങ്കിലും ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റിരുന്നതേയുള്ളൂ. അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. ഈ വേദഭാഗത്ത് വളരെ ശ്രദ്ധയോടെ നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ശമര്യര് സ്നാനമേറ്റു, പക്ഷെ പരിശുദ്ധാത്മാവ് ലഭിച്ചിട്ടില്ല. പരിശുദ്ധാത്മാവ് ലഭിക്കാഞ്ഞത് ഇറഗുലാരിറ്റി ആണെന്ന് മനസ്സിലാക്കിയപ്പോൾ യെരൂശലേം സഭയിൽ നിന്ന് അവിടെ ശ്ലീഹന്മാരെ അവിടെയൊക്കെ അയക്കുകയാണ്. പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കിലേക്ക് അയച്ചു. എന്നിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ സ്നാനമേറ്റു, പക്ഷേ പരിശുദ്ധാത്മാവിനെ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ശ്ലീഹന്മാർ അവർ തലമേൽ കൈവെക്കുമ്പോൾ അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നു. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. സ്നാനം കഴിപ്പിക്കേണ്ടുന്നവൻ സ്നാനം കഴിപ്പിച്ചാലേ എന്ത് കിട്ടുകയുള്ളൂ? പരിശുദ്ധാത്മാവിൻ്റെ ആവാസം ലഭിക്കുകയുള്ളൂ. അല്ല എല്ലായിടത്തും പോയി സ്നാനമേറ്റെന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ ആവാസം ഉണ്ടാവുകയില്ല. പരിശുദ്ധാത്മാവിൻ്റെ ആവാസം ഉണ്ടാവണമെങ്കിൽ മാമോദീസ കഴിപ്പിക്കേണ്ടുന്നവൻ മാമോദീസ കഴിപ്പിക്കണം. അപ്പോസ്തോലിക പാരമ്പര്യമുള്ളവൻ കൈവെക്കണം. എങ്കിലേ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം ഒരു വ്യക്തിയിൽ ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ പരിശുദ്ധ മാമോദീസയിൽ മൂറോൻ്റെ അഭിഷേകത്താൽ പരിശുദ്ധ മാമോദീസയോട് ചേർന്ന് ഈ മൂറോൻ്റെ അഭിഷേകത്താൽ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം ഒരു വ്യക്തിയിലേക്ക് നൽകി. ഇനി മാമോദീസ ശുശ്രൂഷയിൽ നടക്കുന്ന 2-3 കാര്യങ്ങളൊന്ന് ഓർക്കട്ടെ. എങ്ങനെയാണ് ഒരു വ്യക്തിയിലേക്ക് മൂറോൻ്റെ അഭിഷേകം പരിശുദ്ധാത്മാവിൻ്റെ ആവാസം ഉണ്ടാകുന്നത്? നിങ്ങൾ മാമോദീസ ശ്രദ്ധിച്ച് കാണുമായിരിക്കും. ഒന്നാമത് അവിടെ കാണുവാൻ സാധിക്കുന്നത്, മാമോദീസയിൽ നടക്കുന്ന ശുശ്രൂഷയിൽ പുരോഹിതൻ തൈലമെടുത്ത് കയ്യിലെടുത്തിട്ട് പ്രാർത്ഥിക്കും. ദൈവമേ വെള്ളം നിന്നെ കണ്ടു ഭയപ്പെട്ടു. മഹത്വമുള്ളവനായ ദൈവം പെരുവെള്ളത്തിന്മീതെ ഗർജിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ തൈലം വെള്ളത്തിന്മേൽ ഒഴിക്കുക. ഈ തൈലം വെള്ളത്തിന്മേൽ ഒഴിക്കുന്നത് എന്തിനാണ്?
ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അവിടെ കാണുകയാണ്, ഭൂമി പാഴും ശൂന്യമായിരുന്നു. ആ പാഴും ശൂന്യമായിരുന്ന ഭൂമിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. സൃഷ്ടിയുടെ ആരംഭത്തിൽ വെള്ളത്തിന്മീതെ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു. പരിശുദ്ധ മാമോദീസ എന്ന് പറയുന്നത് പുതിയ സൃഷ്ടിയാവാൻ പോവുകയാണ്. ആ പുതിയ സൃഷ്ടിയാകാൻ പോകുന്ന കുഞ്ഞിനെ മാമോദീസ തൊട്ടിലേക്ക് ഇരുത്തുന്നത് എങ്ങനെയുള്ള വെള്ളത്തിലാണ്? ഈ ആറ്റിക്കൂടെ പോകുന്ന വല്ല വെള്ളത്തിൽ കൂടെ ആണോ? അഴുക്ക് വെള്ളത്തിൽ കൂടെ, അഴുക്ക് ചാലിൽ കൂടെയോ, ശുദ്ധമില്ലാത്ത വെള്ളത്തിലൊന്നും അല്ല കൊണ്ട് മുക്കുന്നത്. പിന്നെ എവിടെയാണ് മുക്കുന്നത്? ശുദ്ധമായ വെള്ളത്തിൽ ചൂടും പച്ചവെള്ളവും ചൂടുവെള്ളവും ചേർത്ത് വെള്ളത്തിലങ്ങോട്ട് പരിശുദ്ധ മൂറോൻ ഒഴിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് ആ വെള്ളത്തിലേക്കാണ് പുതിയ സൃഷ്ടിയാവാൻ കുഞ്ഞിനെ ഇരുത്തുന്നത്. അപ്പം പരിശുദ്ധ മൂറോൻ വെള്ളത്തിന്മേൽ ഒഴിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ ഇങ്ങനെ പറയുകയാണ്, ബർഷിത് ബറ എലോഹിം, ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ്. ഹീബ്രു ഭാഷയിൽ പറയുകയാണ്, ബർഷിത് ബറ എലോഹിം, ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹഷമയും വഹ യറസ്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചപ്പോൾ വെള്ളം പാഴും ശൂന്യമായിരുന്നു. ഈ പാഴും ശൂന്യമായിരുന്ന വെള്ളത്തിന്മേൽ എന്ത് പറയുന്നു? റൂഹാ എലോഹിം. റുവാ എലോഹിം എന്നുള്ള ഹീബ്രു വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു എന്ന് പറഞ്ഞിട്ട് എന്തൊഴിക്കുന്നു? പരിശുദ്ധ മൂറോൻ ഒഴിക്കുകയാണ്. പരിശുദ്ധ മാമോദീസായിൽ മൂറോൻ അഭിഷേകം വെള്ളത്തിന്മീതെ ഒഴിക്കുക. പിന്നീട് മൂറോൻ അഭിഷേകം കൊണ്ട് ഈ കുഞ്ഞിനെ മുഴുവൻ രണ്ടാമത് കാണുന്ന തൈലം കൊണ്ട് പൂശുകയാണ്. അതൊരു വ്യക്തിയിലേക്ക് പരിശുദ്ധാത്മാവ് ആവസിക്കുന്ന രണ്ടാമത്തെ പ്രക്രിയയാണ്. കുഞ്ഞിലേക്ക് പരിശുദ്ധ മൂറോൻ തൈലം കൊണ്ട് കുഞ്ഞിനെ മുഴുവൻ പൂശുക. അന്നേരം ചൊല്ലുന്ന പാട്ട് ഇതാണ്: ദൈവം ചൊന്നാൻ അഹറോനെ പൂശുക പാവനനാവാൻ, പാവന തൈലത്താൽ പൂശുന്നീപ്പോൾ സ്നാനം പ്രാപിപ്പൊരു കുഞ്ഞാടിനെ പാവന തൈലത്താൽ. ഈ പരിശുദ്ധ മൂറോൻ കൊണ്ട് കുഞ്ഞിൻ്റെ ദേഹം മുഴുവനും അങ്ങ് പരിമളം കൊണ്ട് പൂശുകയാണ്. സഭാപിതാവായ ജെറുസലേമിലെ സിറിൽ പറയുകയാണ്, ഈ മൂറോൻ അഭിഷേകം അങ്ങോട്ട് കുഞ്ഞിൻ്റെ ദേഹത്ത് ഒഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? രണ്ട് കാര്യം നടക്കുകയാണ്. ഒന്ന്, കർത്താവായ യേശു മശിഹ എന്ന് പറഞ്ഞാൽ അഭിഷക്തൻ എന്നുള്ളതാണ്. അവൻ മശിഹായിൽ അഭിഷക്തനിൽ അഭിഷേകം ചെയ്യപ്പെടുകയാണ്. രണ്ട്, ദൈവം അഹ്റോനെ പൂശിയതുപോലെ തൈലം പൂശുമ്പോൾ ഇവൻ രാജകീയ പുരോഹിത വർഗമാവുകയാണ്, ദൈവത്തിൻ്റെ പുരോഹിത വർഗമാവുകയാണ്. മൂന്ന്, അവൻ ദൈവത്തിൻ്റെ മന്ദിരമാവുകയാണ്. ഇപ്പം മൂറോൻ അഭിഷേകം നമ്മളിൽ പ്രാപിച്ചുകൊണ്ട് നമ്മൾ എന്താണ്? ഒന്ന്, ദൈവത്തിൻ്റെ മന്ദിരമായി തീരുകയാണ്. രണ്ട്, രാജകീയ പുരോഹിത വർഗമായി തീരുകയാണ്. മൂന്ന്, കർത്താവായ യേശു മിശിഹായിൽ അഭിഷക്തനായി തീരുക. അപ്പോൾ ഇവിടെ ഇരിക്കുന്നവരെല്ലാവർക്കും എന്ത് ലഭിച്ചിട്ടുണ്ട്? കർത്താവായ യേശു മിശിഹായിൽ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്. രണ്ട്, മൂറോൻ പരട്ടി കഴിയുമ്പോഴത്തെ രാജകീയ പുരോഹിത വർഗമായി തീർന്നിരിക്കുന്നു. മൂന്ന്, അവനാരാണ്? ദൈവത്തിൻ്റെ മന്ദിരം. പരിശുദ്ധ മൂറോൻ അഭിഷേകത്തോടുകൂടെ മൂന്ന് ശ്രേഷ്ഠമായ വലിയ കൃപകളാണ് പ്രാപിച്ചിരിക്കുന്നത്. ഒന്ന്, അഭിഷേകം ചെയ്യപ്പെട്ട അഭിഷക്തനായി. രണ്ട്, രാജകീയ പുരോഹിത വർഗമായി. മൂന്ന്, ദൈവത്തിൻ്റെ മന്ദിരമായി തീരും. അതുകൊണ്ട് പൗലോസ്ലീഹ പറഞ്ഞു, യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ മന്ദിരമായതുകൊണ്ട് മദ്യപിക്കരുത്, ലഹരി പിടിക്കരുത്, പുകവലിക്കരുത്. ദൈവത്തിൻ്റെ മന്ദിരമാണ് ഈ ശരീരം. ഈ ശരീരത്തെ നശിപ്പിക്കരുതെന്ന് പറഞ്ഞത്. ദൈവത്തിൻ്റെ മന്ദിരമായ ശരീരം, അതുകൊണ്ട് മാന്യമായ വസ്ത്രം ധരിക്കണം. ഈ മന്ദിരം എങ്ങനെയാണോ സൂക്ഷിച്ചിരിക്കുന്നത് അതുപോലെ മന്ദിരത്തെ സൂക്ഷിക്കണം. ദൈവത്തിൻ്റെ മന്ദിരമാണ്. യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്.
ദൈവത്തിൻ്റെ മന്ദിരം. അപ്പം ദൈവത്തിൻ്റെ മന്ദിരമായി പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്താൽ, പരിശുദ്ധ മൂറോൻ്റെ അഭിഷേകത്താൽ ദൈവത്തിൻ്റെ അഭിഷേകത്തിനും രാജകീയ പുരോഹിത വർഗവും ദൈവത്തിൻ്റെ മന്ദിരമായി തീർന്നിരിക്കുന്ന നമ്മൾ പരിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ അവസാനം അച്ഛൻ ചൊല്ലി നമ്മളെ വിടുന്ന പ്രാർത്ഥന ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആശീർവാദത്തിൽ എന്നാ പറയുന്നത്? അത് പറയാവുന്നവരെ ഒന്ന് പറഞ്ഞേ. അവസാനത്തെ ആശീർവാദ പ്രാർത്ഥന ചൊല്ലി നമ്മളെ വീട്ടിലേക്ക് വിടുന്നത് എങ്ങനെയാണ് വിടുന്നത്? ഷേലുൻ ബശ്ലമുആഹൻ ഹബീബൻ വത്സല്യ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ പാപപരിഹാരപ്രദമാണ് ഈ പരിശുദ്ധ യാഗപീഠത്തിൽ നിന്ന് ഇത് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യാത്രാ ഭക്ഷണത്തോടും അനുഗ്രഹങ്ങളോടും കൂടെ ഈ പരിശുദ്ധ തൃത്വത്തിൻ്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ബലഹീനരാകുന്ന ഞങ്ങൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന ഈ സമയം നിങ്ങൾ സമാധാനത്താലെ പോകും. അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത് അച്ഛൻ? അത് കഴിഞ്ഞിട്ട് പരിശുദ്ധ മാമോദീസയുടെ റൂഷ്മയാൽ മുദ്രയിടപ്പെട്ടവരെ, ഈ പരിശുദ്ധ തൃത്വം നിങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കും, നിങ്ങളുടെ തെറ്റുകളെ പൊറുക്കും, വിശ്വാസികളാ നിങ്ങളുടെ വാങ്ങിപ്പോരുടെ ആത്മാക്കൾക്ക് താൻ പാപപരിഹാരം നൽകുകയും ചെയ്യും. പരിശുദ്ധ മാമോദീസയുടെ റൂഷ്മയാൽ മുദ്രയിടപ്പെട്ടവരെ എന്ന് പറഞ്ഞാൽ നമ്മളെ വിളിക്കുന്നത്. അത് പറഞ്ഞിട്ടാണ് നമ്മളെ ഈ ദേവാലയത്തിൽ നിന്ന് വിടുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ വകയാണ്, ദൈവത്തിൻ്റെ മന്ദിരമാണ്, ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്, രാജകീയ പുരോഹിത വർഗമാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനി സാധാരണക്കാരനല്ല. ക്രിസ്ത്യാനി പോകുന്ന വേളയിൽ എവിടെ പോയാലും, ചങ്ങനാശ്ശേരിയിലോ കോട്ടയത്തോ കുവൈറ്റിലോ ബഹ്റിനിലോ അബുദാബിയിലോ എവിടെ പോയാലും ഒരു ക്രിസ്ത്യാനി പോയി കഴിഞ്ഞാൽ അവൻ്റെ മുമ്പേ ആരുണ്ടെന്നാണ് പറയുന്നത്? പരിശുദ്ധ മാമോദീസ തൊട്ടിൽ നിന്ന് അവനൊരു കൂട്ടുകാരനെ കൂടെ ലഭിക്കും. ആരാണത്? അവന് ഒരു മാലാഖയുടെ സാന്നിധ്യം. പരിശുദ്ധ മൂറോൻ അഭിഷേകം ചെയ്യപ്പെട്ടവന് മാത്രം ലഭിക്കുന്ന ഒരു പ്രത്യേകതയാണ്. പരിശുദ്ധ മാമോദീസായിൽ കൂടെ മൂറോൻ അഭിഷേകം ചെയ്യപ്പെട്ട ഒരു വ്യക്തിക്ക് കൂടെ ഒരു മാലാഖയുടെ സാന്നിധ്യമുണ്ട്. ആ മാലാഖയാണ് നിങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അപകടമുണ്ടാകുമായിരുന്നു, അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്നത്. പെട്ടെന്നുണ്ടാകുന്ന അപകടത്തിൽ നിന്ന്, ദുഷ്ടൻ്റെ ഉപദ്രവത്തിൽ നിന്ന്, കള്ളൻ്റെ പ്രവർത്തനത്തിൽ നിന്ന്, അധർമ്മത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന് ഒക്കെ സംരക്ഷിക്കുന്ന ആരാണ്? ഈ മാലാഖയുടെ സംരക്ഷണവും കൂട്ടവും. അപ്പം അതുകൊണ്ട് പരിശുദ്ധ ആത്മാവിൻ്റെ മന്ദിരമാണ്, പരിശുദ്ധ റൂഹായുടെ ആവാസമാണ് എനിക്ക്. അപ്പം ഇനിയും വേണ്ടുന്നത് പരിശുദ്ധ റൂഹായുടെ ആവാസം നമ്മിലുള്ളത് കൂടുതൽ ജ്വലിപ്പിക്കണം. എങ്ങനെയാണ് ഇത് ജ്വലിപ്പിക്കുന്നത്? അത് പുരോഹിതൻ്റെ കൈവപ്പോടുകൂടെ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൂടുതൽ ജ്വലിപ്പിക്കും. മുമ്പ് പൗലോസ്ലീഹ പറയുന്നുണ്ട്, പുരോഹിതൻ കൈവെക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം ഉണ്ടാകുന്നു. നമ്മൾ അച്ഛന്മാരെ കൊണ്ട് തലയിലൊക്കെ പിടിച്ച് പ്രാർത്ഥിക്കും. ആ പരിശുദ്ധാത്മ നൽവരം കൂടുതൽ ജ്വലിക്കുന്നതിന് വേണ്ടി കൈവപ്പോടുകൂടെ പരിശുദ്ധാത്മ ജലനം നമ്മിൽ കൂടുതലുണ്ടാകും. അങ്ങനെ പരിശുദ്ധാത്മാവ് പ്രാപിച്ച നമുക്ക് വേണ്ടുന്ന രണ്ട് കാര്യങ്ങൾ കൂടെയുണ്ട്. ഒന്ന്, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കണം. എന്താ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ? ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ദ ഫ്രൂട്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. എന്താവും അത് പറയുന്നത്? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, സൗമ്യത, വിശ്വസ്തത, ഇന്ദ്രിയജയം. ഈ 9 ഫലങ്ങൾ പരിശുദ്ധ മൂറോൻ അഭിഷേകത്താൽ രാജകീയ പുരോഹിത വർഗമായി തീർന്ന് നമ്മിൽ നിന്ന് ഉണ്ടാവേണ്ടുന്നതാണ്. നമ്മിൽ എന്താ വേണം? സ്നേഹം വേണം. പിന്നെന്ത് വേണം? സന്തോഷം വേണം, സമാധാനം വേണം, ദീർഘക്ഷമത വേണം, ദയ വേണം, വിശ്വസ്തത വേണം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വിശ്വസ്തയില്ലെങ്കിൽ കുടുംബജീവിതം എങ്ങനെ മുന്നോട്ട് പോകുന്നത്? ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹമില്ലെങ്കിൽ കുടുംബജീവിതം എങ്ങനെ മുന്നോട്ട് പോകും? അപ്പോൾ ഈ സ്നേഹവും ഇങ്ങനെയുള്ളതായി 9 ഫലങ്ങൾ എന്ത് വേണം? നമ്മുടെ കുടുംബത്തിലുണ്ട്. ചില വീട്ടിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ കയറുന്നത് പോലെ തന്നെ ഇറങ്ങിപ്പോകാൻ തോന്നും. കാരണം എന്നാ? ഒരു സ്നേഹപരമായ ഒരു പെരുമാറ്റമില്ല. സ്നേഹമില്ലെങ്കിൽ പിന്നെ അടുത്ത എന്തില്ല? സന്തോഷമില്ല. സന്തോഷമില്ല പിന്നെ എന്തല്ല? സമാധാനമില്ല. ഇതെല്ലാം ഓരോന്നായി നഷ്ടപ്പെടും. അപ്പോൾ എപ്പോഴും നമ്മൾ ഓർക്കണം, മാമോദീസ തൊട്ടിൽ കൂടെ പരിശുദ്ധ മൂറോൻ അഭിഷേകം പ്രാപിച്ചിരിക്കുന്ന എന്നിൽ ദൈവമേ പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ ജ്വലിപ്പിക്കണം,
അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കാൻ കൃപ തരണം. അതുകൊണ്ടാണ് ഒരു ക്രിസ്ത്യാനി പുറത്തേക്കിറങ്ങി നടന്നാൽ പിശാച് ഭയന്ന് നിൽക്കും. പിശാച് ഭയന്ന് നിൽക്കുമെന്ന് പറയാൻ കാരണം അവനിൽ ദൈവത്തിൻ്റെ പരിശുദ്ധ മൂറോൻ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ മന്ദിരമാണ്. മാലാഖയുടെ സാന്നിധ്യം അവനുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങൾ എന്നിൽ ഉണ്ടാവണമേ എന്ന് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം. അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നത് ഈ പരിശുദ്ധ മൂറോൻ അഭിഷേകത്താൽ അഭിഷേകം പ്രാപിച്ചിരിക്കുന്നതുകൊണ്ട് അപകടങ്ങളിൽ സംരക്ഷിക്കപ്പെട്ട് വിശുദ്ധിയുടെ അനുഭവത്തിൽ ജീവിപ്പാൻ നമുക്ക് സാധിക്കും. പരിശുദ്ധാത്മാവിൻ്റെ 2 സിമ്പിളുകളാണ്. ഒന്നാമത്തെ സിമ്പിൾ എന്ന് പറഞ്ഞ് പ്രാവ്, പരിശുദ്ധാത്മാവിൻ്റെ സിമ്പിൾ. അനുദിനം നമ്മൾ ജീവിതത്തിൽ പ്രാവിനെ കാണുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കണം: തമ്പുരാനെ, പ്രാവിനെ പോലെ നിഷ്കളങ്കത എനിക്ക് വേണം. പ്രാവ് എപ്പോഴും കുറുകിക്കൊണ്ടിരിക്കും, അതിൻ്റെ കണ്ണിന് നനവുമുണ്ട്. പരിശുദ്ധ മൂറോൻ അഭിഷേകം പ്രാപിച്ചിരിക്കുന്ന ഞാനും നിങ്ങളും എപ്പോഴും പ്രാർത്ഥിക്കണമെന്നത്: തമ്പുരാനെ, പ്രാവിനെ പോലെ നിഷ്കളങ്കതയും എപ്പോഴും കുറുകുറുക്കുന്ന പ്രാർത്ഥിക്കുന്ന കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു ജീവിതവും എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ സിമ്പിൾ എന്ന് പറയുന്നത് തൈലമാണ്. എണ്ണയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. ഇവിടെ പ്രായമുള്ള അമ്മമാർ പറയും, ഈ കതകിനെ വിജാഗിരി എന്ന് തുറക്കാൻ കൊണ്ട് സാധിക്കുന്നില്ല, ഇച്ചിരി എണ്ണ ഒഴിക്കാൻ പറയും. എണ്ണ ഒഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആ പിരിമുറുക്കങ്ങൾ മാറും, ആ പൊട്ടലും ചീറ്റലുകളും അതൊക്കെ ഇന്നും മാറും. അനേകം കുടുംബങ്ങളിൽ ഇന്ന് സമാധാനമില്ല. പൊട്ടലുകൾ, ചീറ്റലുകൾ, അസ്വസ്ഥതകൾ, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ, മക്കളെ കൊണ്ടുള്ളിടത്ത്, അമ്മായിയമ്മയുമായിട്ട്, മരുമകളുമായിട്ട് കുടുംബമാകെ അസ്വസ്ഥമായിരിക്കുകയാണ്. ഇവിടെയാണ് പ്രാർത്ഥിക്കേണ്ടുന്നത്: പരിശുദ്ധാത്മാവാൻ ദൈവമേ, തൈലം പോലെ ആ സ്നേഹത്തെ ഒഴുക്കുവാൻ കൃപയരുളണമേ. പരിശുദ്ധാത്മാവാൻ ദൈവം വരുമ്പോൾ നിൻ്റെ കുടുംബത്തിലെ പൊട്ടലുകൾ, ചീറ്റലുകൾ, അസ്വസ്ഥതകൾ, പ്രയാസങ്ങൾ, ടെൻഷനുകൾ അതെല്ലാം മാറി സമാധാനവും സ്വസ്ഥതയും നിനക്ക് ലഭിക്കും. മൂന്നാമത് പരിശുദ്ധാത്മാവിൻ്റെ സിമ്പൽ വെള്ളമാണ്. വെള്ളം ശുദ്ധീകരിക്കുന്നതാണ്. ഈ വെള്ളത്തിനൊരു പ്രത്യേകതയുണ്ട്: അതിൻ്റെ കളറില്ല, രുചിയില്ല, ഗുണമില്ല. ചില വ്യക്തികളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, യാതൊരു ഗുണവും മണവും ഒന്നുമില്ലാത്ത വ്യക്തിയാണ്. നമ്മുടെ ജീവിതം യാതൊരു ഗുണവും മണവും ഇല്ലാത്തതാണെങ്കിൽ നമ്മൾ ഇപ്രകാരം പ്രാർത്ഥിക്കണം: തമ്പുരാനെ, പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്താൽ ഗുണവും മണവുമുള്ള വ്യക്തിയായി എന്നെ ആക്കി തീർക്കണമേ. വേദവിപരീതങ്ങളോടുള്ള നിലപാട് എങ്ങനെയായിരിക്കണമെന്ന് ഒന്നാമത്തെ ഭാഗത്തിൽ നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ ഭാഗത്തിൽ നമ്മൾ പഠിച്ചത് പരിശുദ്ധ മൂറോൻ്റെ അഭിഷേകം മാമോദീസയിൽ കൂടെ തന്നെ നമുക്കത് ലഭിക്കുന്നു. പരിശുദ്ധ മൂറോൻ്റെ അഭിഷേകത്തിൽ മുദ്രയിടപ്പെട്ടവരാണ് ഞാൻ നിങ്ങളും. ആ പരിശുദ്ധ മൂറോൻ്റെ അഭിഷേകത്തിൽ മുദ്രയിടപ്പെട്ട ഞാനും നിങ്ങളും 3 പ്രത്യേക പദവികളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഒന്ന്, കർത്താവ് യേശു മിശിഹായുടെ അഭിഷക്തനാണ്, രാജകീയ പുരോഹിത വർഗത്തിൽപ്പെടുന്നവനാണ്. 3, ഞാൻ ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന, അഭിഷേകം ചെയ്യപ്പെട്ടവനാകുന്ന, രാജകീയ പുരോഹിത വർഗമാകുന്ന ഞാൻ ഏത് സ്ഥലങ്ങളിൽ പോയാലും എനിക്ക് കാവലായി ദൈവം മാലാഖയെ തന്നിട്ടുണ്ട്. ആ സംരക്ഷണം എനിക്കുണ്ട്. ആ പരിശുദ്ധ റൂഷ്മായുള്ളതിനാൽ, മാമോദീസയുടെ മുദ്രയുള്ളതിനാൽ, തമ്പുരാനെ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെ എന്നിൽ പുറപ്പെടുവിക്കുവാൻ അവിടുന്ന് കൃപയരുളണമേ. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുന്ന ഞാൻ 3 സിമ്പിളുകൾ പറഞ്ഞു. ഒന്ന്, പ്രാവിനെ പോലെ നിഷ്കളങ്കനായി ജീവിപ്പാൻ കൃപയരുളണമേ. 2, ആ തൈലത്താൽ എൻ്റെ ഭവനത്തിലെ അസ്വസ്ഥതകളെ, പ്രയാസങ്ങളെ മാറ്റുന്ന വ്യക്തിയായി എന്നെ രൂപാന്തരപ്പെടുത്തണമേ. 3, യാതൊരു ഗുണവും മണവുമില്ലാത്ത വ്യക്തി എന്നിവരിൽ രുചിയും മണവും ഗുണവുമുള്ള വ്യക്തിയായി പരിശുദ്ധാത്മാവാൻ ദൈവമേ എന്നെ ആക്കി തീർക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഇന്ന് അടിയങ്ങൾ പഠിച്ചതായി തിരുവചനം നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് ഉതകുന്നതായി തീരണം.
വേദവിപരീതികളോട് ശക്തമായി എതിരിടുവാൻ തക്കമുള്ള കൃപ തന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. വേദവിപരീതങ്ങളോടുള്ളതായ ആ വേദവിരുദ്ധത്തെ വെറുക്കുന്നതായ സ്വഭാവത്തിനുടമകളായും സത്യവിശ്വാസമനുസരിച്ച് ജീവിപ്പാൻ തക്കമുള്ളതായ കൃപ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മൂർവൻ പരിശുദ്ധ മാമോദിസായിൽ കൂടെ പരിശുദ്ധ മൂർവൻ്റെ അഭിഷേകം പ്രാപിക്കും ഞങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആവാസമുള്ള മന്ദിരമായി അഭിഷേകമായി കർത്താവ് യേശുമിശിഹായുടെ രാജകീയ പുരോഹിത വർഗമായി തീർന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങൾ സംരക്ഷിപ്പാൻ കാവൽ മാലാഖ ഞങ്ങളുടെ കൂടെ തന്നെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ മാലാഖയുടെ സാന്നിധ്യത്താലും പരിശുദ്ധ മാമോദിയുടെ റൂഷ്മയാലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ലഭിച്ചിരിക്കുന്നതായ നൽവരങ്ങളെ ഞങ്ങൾ കൂടുതൽ ജ്വലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക സിമ്പൽ അടയാളങ്ങൾ പ്രതീകങ്ങളായിരിക്കുന്ന പ്രാവിനെ പോലെ നിഷ്കളങ്ക ജീവിതത്തിന് ഉടമകളായി ഞങ്ങളെ ആക്കി തീർക്കണമേ. ആ തൈലം പോലെ അനേക ജീവിതത്തിലെ പ്രയാസങ്ങളും അസ്വസ്ഥതകളും മാറ്റുന്ന വ്യക്തികളായി രൂപാന്തരപ്പെടുത്തണമേ. ആ വെള്ളം പോലെ അനേകം ജീവിതത്തിന് ഗുണവും രുചിയും മണമുള്ളതായി ഞങ്ങളെ അവിടുന്ന് ആക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് നിരുതാവുന്നതിന് പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ.